അലയാഴി തന്നിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ശാന്തമാകും. അതിവേഗമെത്തുന്ന കൊടുങ്കാറ്റു പോലും അമർന്നു പോകുന്ന ശബ്ദം. കൊടുമ്പാവിയായ മനുജനു വേണ്ടി പറുദീസ തുറന്നതാം ശബ്ദം. കാൽവരിയിൽ മുഴങ്ങിയ മൊഴികളായി സ്നേഹസ്വരൂപന്റെ ശബ്ദം. യേശുവെന്നും സ്നേഹവും ശാന്തിയും ഏകുന്ന നാഥന്റെ നാദം. ലോകമെങ്ങും മാനവരക്ഷയ്ക്കായി മുഴങ്ങിയ കാൽവരിനാദം. കാൽവരിനാദം, കാൽവരിനാദം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കാൽവരിനാഥ മിനിസ്ട്രിയുടെ ജീവിത സാക്ഷി പ്രോഗ്രാം പാടി സ്തുതിക്കാമെന്ന പ്രോഗ്രാമിന്റെ 114 എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് കഴിഞ്ഞ നാളത്തേക്കാൾ ഉപരിയായി നമ്മളോട് സംസാരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാകട്ടെ. വളരെ പ്രാർത്ഥനയോടും ദൈവകൃപയോടും കൂടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്ന ദൈവദാസനും ഗാനമാലപിക്കുന്ന പ്രിയ പൈതലും ദൈവകൃപയിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആ ശുശ്രൂഷകൾ ചെയ്യുവാനും കേൾക്കുന്ന ഇനി കേൾക്കാൻ പോകുന്ന അനേക വ്യക്തികളുടെ ജീവിതത്തിൽ ഈ മീറ്റിംഗ്, ഈ സാക്ഷ്യം ഒരു വലിയ വെല്ലുവിളിയായി തീരുവാനും ഒരു വലിയ മാനസാന്തരത്തിന്, മടങ്ങിവരവിന്, പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഇടയായി തീരുന്നതിന് വേണ്ടി നാം എല്ലാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ടവരാണ്. നാം അവരെ ദൈവസന്നിധിയിൽ ശക്തമായി ഓർത്ത് പ്രാർത്ഥിക്കാം. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ മാത്യു ഫിലിപ്പോസ് ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കും. ദയവായി വീഡിയോ ഓണാക്കി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ഉപകാരമായിരിക്കും. നമുക്കെല്ലാം കർത്താവിന്റെ ദാസനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കാം. കർത്താവിന്റെ ദാസനെ പ്രാർത്ഥനയ്ക്കായിട്ട് എല്ലാ ബഹുമാനത്തോടും കൂടെ ക്ഷണിക്കും. ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സ്വർഗീയ നല്ല പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യത്തോടെ അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാൻ അവിടുന്ന് ഇടയാക്കി വലിയ കൃപയ്ക്കായി എന്നോട് സ്തോത്രം ചെയ്യുന്നു. കാലാകാലങ്ങളായി ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു നിന്റെ മക്കളാക്കി തീർത്ത വലിയ കൃപയ്ക്കായി എന്നോട് സ്തോത്രം ചെയ്യുന്നു. ലോകം തരാത്ത സമാധാനം നീയോട് ഞങ്ങൾക്ക് തന്നിരിക്കാൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾ അന്യരും പരദേശികളും എന്നുള്ള വൈഭവയോടുകൂടി കർത്താവെ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് അല്പസമയം അവിടുത്തെ വചനത്തിന്റെ മുമ്പിൽ ഇരുപ്പാൻ അവിടുന്ന് ഇടയാക്കിയ വലിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക കാൽവരിനാഥം ചെയ്യുന്ന ശുശ്രൂഷകളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ അനേകരെ ഈ പ്ലാറ്റ്ഫോമിൽ വരുവാനും അവരുടെ സാക്ഷ്യങ്ങളൊക്കെയും കേൾക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ഇടയാക്കി. ആ പ്രവർത്തനത്തോട് അവിടുന്ന് കൂടെ ഇരുന്ന് സഹായിക്കുന്ന തന്റെ ദാസം ചെയ്യുന്ന എല്ലാ വേലയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ഇപ്പോൾ ശുഭങ്ങളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. താനും ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നടക്കാനുള്ള എല്ലാ ശുശ്രൂഷയും കർത്താവെ വചന ശുശ്രൂഷയൊക്കെ ഏറ്റവും അനുഗ്രഹമായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നതെന്നുള്ള വിചാരത്തോടെ ഇരുപ്പാൻ അവിടുന്ന് ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പാട്ടുപാടിയ സൗറിനോടും കൂടി ഇരുന്ന് സഹായിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രാർത്ഥന കേട്ട സ്തോത്രം സ്ഥലവും ഞാൻ കൂട്ടി ജമിച്ച യേശുനാമത്തെ തായ്മയോടെ അപേക്ഷിക്കുന്ന കേൾക്കണം പിതാവേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രാർത്ഥനയോടെ നാം ഈ ശുശ്രൂഷ ആരംഭിച്ചിരിക്കുന്നു. കർത്താവിന്റെ വലിയ കൃപ ഇന്ന് രാത്രിയിൽ അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ശബ്ദവും വെളിച്ചവും ഇന്റർനെറ്റും എല്ലാ സൗകര്യങ്ങളും നമുക്ക് അനുകൂലമാക്കി നൽകുവാൻ ദൈവം പ്രസാദിക്കട്ടെ. കാൽവരിനാഥ മിനിസ്ട്രിയുടെ പാടി സ്തുതിക്കാമെന്ന പ്രോഗ്രാം അതിന്റെ 114 എപ്പിസോഡിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അനേക വ്യക്തികളെ അവരോട് സംസാരിപ്പാനും ഉപദേശിക്കുവാനും കർത്താവിലേക്ക് നയിക്കുവാനും ഒക്കെ ഒരു തരത്തിൽ ഈ മിനിസ്ട്രിയിലൂടെ ഇടയാകുന്നു. ഞാനത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുന്ന അനേക ദൈവദാസന്മാര്, ദൈവദാസികള്, സഹോദരങ്ങളുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളേവരെയും ഏറ്റവും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ തന്റെ ജീവിത സാക്ഷ്യവും സന്ദേശവും നമ്മോട് അറിയിക്കുന്നത് കർത്താവിന്റെ ദാസന് ഇവാഞ്ചലിസ്റ്റ് ഷിബു കൊടുങ്ങല്ലൂർ അവറുകളാണ്. പ്രിയദാസനെ മിനിസ്ട്രിയുടെ പേരിലും ദൈവനാമത്തിലും ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനയോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് രാത്രിയിൽ അനുഗ്രഹീതമായ 2 ഗാനങ്ങൾ ആലപിക്കുന്നത് പ്രിയ മകൻ ജുവാൻ ജെയിംസ് ദുബായ് അവറുകളാണ്. പ്രിയ മകനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തന്റെ ജീവിതത്തിൽ കർത്താവിനെ തനിക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം പാടി സ്തുതിക്കുവാൻ ദൈവം തനിക്ക് കൊടുത്തിരിക്കുന്ന കൃപകൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രാരംഭമായി 2 ഗാനങ്ങൾ പ്രിയമകനിലൂടെ കേൾക്കാം. പ്രാരംഭമായി ഉള്ളത് ഒരു ഇംഗ്ലീഷ് ഗാനമാണ്, ഗോഡ് ഓൺ ദ മൗണ്ടൻ.
ലൈഫ് ഈസ് ഈസി വെൻ യു ആർ അപ്പ് ഓൺ ദ മൗണ്ടൻ എന്ന് ആരംഭിക്കുന്ന അനുഗ്രഹീതമായ ഒരു ഗാനം, ഈ ഗാനം ആലപിക്കുവാൻ പ്രിയ ജുവാൻ ജെയിംസിനെ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ സമയം ഞങ്ങൾ ക്ഷണിക്കുന്നു. Life is easy when you're up on the mountain and you've got peace of mind like you've never known. But when things change and you're down in the valley, don't lose faith, for you're never alone. And the God on the mountain is still God in the valley. When things go wrong, He'll make them right. And the God of the good times is still God in the bad times. The God of the day is still God in the night. We talk of faith when we're up on the mountain, but talk comes so easy when life's at its best. But in the valley of trials and temptations, that's when your faith is really put to the test. And the God on the mountain is still God in the valley. When things go wrong, He'll make them right. And the God of the good times is still God in the bad times. The God of the day is still God of the night. The God of the day is still God of the night. താങ്ക് യു ജുവാൻ ജെയിംസ്. ഒരു അനുഗ്രഹീതമായ ഒരു ഇംഗ്ലീഷ് ഗാനം നമുക്ക് കേൾക്കുവാനിടയായി. വളരെ അനുഗ്രഹീതമായ അർത്ഥം. നാം പർവ്വതത്തിന്റെ മുകളിലാണെങ്കിലും താഴ്വരയുടെ മധ്യത്തിലാണെങ്കിലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലാണെങ്കിലും ഏത് ബുദ്ധിമുട്ടിലാണെങ്കിലും നാം ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ വലിയവനായി ദൈവമുണ്ട്, നാം വിശ്വാസത്തിൽ അവിടെ ഉറച്ചു നിൽക്കണം എന്ന ആശയം ആ ഗാനത്തിലൂടെ നാം കേൾക്കുകയായിരുന്നു. പ്രിയമാനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ ഒരാശയം നമ്മുടെ ജീവിതത്തിന് ഒരു മുഖാന്തരമായി തീരട്ടെ. ഒരു മലയാള ഗാനം കൂടെ നമുക്ക് കേൾക്കാം. വളരെ സുപരിചിതമായ ഒരു ഗാനം, അക്കരയ്ക്ക് യാത്ര ചെയ്യും എന്ന് തുടങ്ങുന്ന ഗാനം കൂടെ നമുക്ക് കേട്ട് മടങ്ങി വരാം. ആലപിക്കുന്നതിനായിട്ട് പ്രിയമാനെ ആദരവായി ക്ഷണിക്കുന്നു. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും
സ്വർഗീയ തുറമുഖത്ത്. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരെയാണേ എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരെയാണേ എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കുഞ്ഞാട് നിൻ വിളക്കാണേ, ഇരുളൊരു ലേശവും അവിടെയില്ല. കുഞ്ഞാട് നിൻ വിളക്കാണേ, ഇരുളൊരു ലേശവും അവിടെയില്ല. തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവൻ എന്നെ ഉത്സവവസ്ത്രം. തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവൻ എന്നെ ഉത്സവവസ്ത്രം. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. His name be glorified. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രണ്ട് ഗാനങ്ങളും ഏതാണ്ട് ഒരേ അർത്ഥം. അനേക ഓളങ്ങളും പ്രശ്നങ്ങളും ജീവിതത്തിൽ വരും, അതൊന്നും നാം കണ്ട് ഭയപ്പെടരുത്. നമ്മെ ഭയപ്പെടുത്തി കളയുന്ന ഓളങ്ങളും വരാം ജീവിതത്തിൽ. നമ്മെ ഭയപ്പെടുത്തി ദൈവത്തിൽ നിന്നും അകറ്റി പിശാചിങ്കിലേക്ക് കൊണ്ടുപോകാൻ പിശാചു ശ്രമിക്കും. എന്നാൽ അങ്ങനെയുള്ള ഭയപ്പാടുകളൊന്നും വേണ്ട. മോശയോടും യോശുവയോടും പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടരുത്. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഉണ്ട്, നീ ഭയപ്പെടരുത്. ഇന്ന് രാത്രി ആ വിശ്വാസത്തോട് ഉറപ്പോടെ ദൈവസന്നിധിയിലായിരിക്കാം. പ്രിയ ജുവാൻ ജെയിംസ് പ്രിയ മകനോടുള്ള ഹൃദയംഗമായ നന്ദി ദൈവനാമത്തിൽ അറിയിക്കുന്നു. ദൈവം ഏറ്റവും അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം. എന്റെ പ്രവർത്തന മേഖലയുടെ ഏതാണ്ട് 50 വർഷം പൂർത്തിയാകുന്ന ഒരു സന്തോഷത്തിലാണ് കർത്താവിന്റെ ദാസനായ ഇവാഞ്ചലിസ്റ്റ് ഷിബു കൊടുങ്ങല്ലോ. കഴിഞ്ഞ നാളുകളിൽ താനും തന്റെ ഭാര്യ ഫാത്തിമ സഹോദരിയും ഒക്കെ പല നിലയിൽ തന്റെ പ്രദേശങ്ങളിൽ അനേക സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും മദ്യം മയക്കുമരുന്നിനെതിരെ യുവാക്കളോട്, കുഞ്ഞുങ്ങളോട് ബോധവൽക്കരണ ക്ലാസുകളായിട്ട്, സുവിശേഷ പ്രവർത്തനങ്ങളായിട്ട്, പ്രസംഗങ്ങളായിട്ട്, ലേഖനങ്ങളായിട്ട് പല നിലയിൽ കർത്താവിന് വേണ്ടി വളരെ ഉപയോഗിക്കപ്പെടുന്ന ഒരു കർത്താവിന്റെ ദാസനാണ് കർത്താവിന്റെ ദാസൻ ഷിബു കൊടുങ്ങല്ലോ. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസൻ നമ്മോടുകൂടെ ഉണ്ട്. ഇതിനു മുമ്പുള്ള ഒരു എപ്പിസോഡിൽ അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളൊക്കെ കേൾക്കുവാനിടയെന്നാൽ കർത്താവിന്റെ സുവിശേഷ ദൗത്യത്തിൽ തനിക്കുള്ള പങ്ക് ദൈവം എങ്ങനെ തന്നെ ഉപയോഗിക്കുന്നു, തന്റെ ജീവിതത്തിന്റെ 50 വർഷങ്ങളിലൂടെ ദൈവം എങ്ങനെ നടത്തി, ഇന്ന് ആ പ്രവർത്തന മേഖലയിൽ എത്രത്തോളം താൻ സംതൃപ്തനാണ് തുടങ്ങിയ തന്റെ ജീവിത കാര്യങ്ങളെക്കുറിച്ച്, ഇങ്ങനെയുള്ള അനുഭവങ്ങളെക്കുറിച്ചും ദൈവം ഇന്ന് രാത്രി നമുക്ക് തരാൻ പോകുന്ന ആ ചെറിയ സന്ദേശവും ഇന്ന് രാത്രി കേട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസൻ നമ്മോടുകൂടെയുണ്ട്. എല്ലാ പ്രാർത്ഥനയോടും ബഹുമാനത്തോടും കൂടെ ഇനിയുള്ള സമയം തന്റെ ജീവിത സാക്ഷ്യവും വചനവും അറിയിക്കുന്നതിന് വേണ്ടി കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷിബു കൊടുങ്ങല്ലൂർ അവറുകളെ ബഹുമാനത്തോടെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാക്കുമാറാകട്ടെ. ഞാൻ ഈ എപ്പിസോഡിൽ വളരെ സന്തോഷമുള്ളവരാണ്. കാരണം എന്നെ
സംബന്ധിച്ചോളം ഏതാണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഞാൻ 50 വർഷമായി സുവിശേഷ വേലയിൽ വ്യാപൃതനാണ്. ഇന്ന് വരെ അതിൽ നിന്ന് പിന്നോട്ട് പോകാനായിട്ട് ഒരവസരവും ഉണ്ടായിട്ടില്ല. അക്കരയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഓളങ്ങൾ പലതും വന്നു. പാട്ടുകാരൻ പാടിയതുപോലെ, മോൻ പാടിയതുപോലെ ധാരാളം ആ ഭാഗ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ സന്തോഷത്തോടെ ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ തന്നെ സുവിശേഷ വേല ചെയ്തവനാണ്. ഞാൻ ഈ വിഷയം എൻ്റെ കസിനോട്, ഞങ്ങളുടെ സഭയിലെ മൂപ്പനോട് പറഞ്ഞപ്പോൾ പുള്ളിയും പറഞ്ഞു, എടാ ഞാനും, മലമ്പുഴ സഭയിലെ മൂപ്പനാണ് പുള്ളിപ്പോ, പുള്ളി പറഞ്ഞു ഞാനും ട്രാക്ട് കൊടുക്കാനൊക്കെ ഇങ്ങനെ PM മാറ്റിച്ചാൻ്റെ കൂടെ മൈക്കാവ് തച്ചമ്പാറയൊക്കെ നടന്നു പോകുന്നു, അദ്ദേഹത്തിന്റെ കൂടെ ഉത്സാഹമായിട്ട് ട്രാക്ട് കൊടുക്കുന്നു. ആ സമയത്ത് അതിന്റെ ഇടയ്ക്ക് എന്റെ ഉത്സാഹം കണ്ടപ്പോ ഏതോ റെസ്റ്റ് സമയത്ത് എന്നോട് ചോദിച്ചു, എടാ ജോസെ നീ രക്ഷിക്കപ്പെട്ടോ എന്ന് മൈക്കാവിലെ PM മാറ്റിച്ചാൻ ചോദിച്ചു. ഞാൻ രക്ഷിക്കപ്പെട്ടില്ല. അപ്പൊ നിന്റെ ഉത്സാഹം നല്ലതാണ്, പക്ഷെ നീ രക്ഷിക്കപ്പെടാതെ ട്രാക്ട് കൊടുത്തത് എന്താ കാര്യം എന്ന് പറഞ്ഞ് അന്ന് അവിടെ വെച്ച് ചേട്ടൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയണ്ടായി. ശരിക്കും പറഞ്ഞാല് എങ്ങനെയാണ് സുവിശേഷ വേലയിലേക്ക് ഓരോരുത്തർ കാലെടുത്ത് വെക്കുന്നത് എന്ന് അന്വേഷിച്ചപ്പോ എന്നെ പഠിപ്പിച്ച എൻ്റെ ബൈബിൾ സ്കൂൾ ഒരു അധ്യാപകൻ പറഞ്ഞത്, ഞാൻ ഇംഗ്ലീഷ് പഠിക്കാനാണ് ബൈബിൾ സ്കൂളിൽ പോയത്, രക്ഷിക്കപ്പെട്ടതല്ല. ഞാൻ മർത്തോമക്കാരനായിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്, അവിടെ സ്നാനപ്പെട്ടത്. ഇന്ന് അത് അദ്ദേഹം ഒരു നോർത്ത് ഇന്ത്യയിലെ ഒരു നല്ല അറിയപ്പെടുന്ന ഒരു സുവിശേഷകനാണ്. അപ്പൊ നമുക്ക് സുവിശേഷ വേല ചെയ്യാനായിട്ട് ഒരു പ്രത്യേക ഉത്സാഹവും താല്പര്യവും ചെറുപ്പത്തിലെ നമ്മെ വളർത്തി കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ നിലയിൽ ഞാൻ ആർക്കാണ് കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലം, ഇന്നത് ചർച്ചാ വിഷയമാണ്. നമുക്കറിയാവുന്ന പോലെ ഒരു വലിയൊരു പുരോഹിതൻ പറഞ്ഞത്, സെന്റ് തോമസ് ഇന്ത്യയിൽ വന്നുവെന്നോ പ്രത്യേകിച്ച് കേരളത്തിൽ വന്നുവെന്നോ യാതൊരു തെളിവുമില്ല. അതൊക്കെ ആഢ്യന്മാരായിരിക്കുന്ന ആളുകൾ, ചില തറവാട്ടുകാരാണ് ഞങ്ങൾ ഇന്ന് പറയാൻ വേണ്ടി ഉണ്ടാക്കിയ കഥയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും സെന്റ് തോമസ് വന്നു എന്ന് ഉറപ്പിച്ച് പറയുന്ന ആരും നമ്മുടെ കൂട്ടത്തിലില്ല. പക്ഷേ സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുമ്പോൾ ആ ലാസറിനോടുള്ള ബന്ധത്തിലാണ് തോമസ് പറയുന്നത്, അവനോട് കൂടെ മരിക്കേണ്ടത് നാം, ആ ധൈര്യം അവിടെ കാണുന്നുണ്ട്, അവനോട് കൂടെ മരിക്കേണ്ടത് നാം പോകാം. ആ നിലയിൽ ഒരു ധൈര്യശാലിയായ മനുഷ്യൻ. പഴയമകാലത്തിലെ എസ്തേറിന്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഹിന്ദുദേശം എന്ന ഒരു ദേശത്തെ കുറിച്ച് വായിക്കുന്നത് കൊണ്ട് ഈ പ്രദേശം അന്ന് വാണിജ്യവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമായതുകൊണ്ട്, യാത്രാ സൗകര്യങ്ങളുടെ നാടായതുകൊണ്ട് വന്ന് കാണാനും സാധ്യതയുണ്ട് എന്ന് അനുമാനിക്കാം എന്നല്ലാതെ വേറെ കാര്യം. ഞാൻ ഇന്ന് എഴുതിയ ലേഖനത്തിലും പ്രത്യേകിച്ച് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ ഒരു പള്ളിയിൽ സെന്റ് തോമസിന്റെ വലത് കയ്യിന്റെ റിസ്റ്റ് ഭാഗത്തുള്ള ഒരു എല്ല് തിരുശേഷിപ്പ് എന്നും പറഞ്ഞ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതേ സഭക്കാര് പറയുകയാണ് തോമസ് വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു കലുഷിതമായ ഒരു അവസ്ഥയിലാണ് ഈ കാലത്ത്. ഈ കൊടുങ്ങല്ലൂരിന്റെ ചരിത്രം നോക്കിയാലും ഇവിടെ വളരെ ഡ്രൈ ആയിട്ട് കിടക്കും, ഒറ്റ വിശ്വാസികൾ പോലും ഇല്ലാത്തൊരു കാലമുണ്ടായിരുന്നു. ആ സമയത്താണ് കുന്നംകുളത്തുനിന്ന് ഞങ്ങളുടെ പിതാക്കന്മാർ, അവര് വരുമ്പോഴൊന്നും രക്ഷിക്കപ്പെട്ടവരോ സ്നാനപ്പെട്ടവരായിരുന്നില്ല, അവര് മർത്തോമ കുടുംബക്കാരായിരുന്നു. എന്നാൽ ഇരിങ്ങാലക്കുട ബ്രദറൻ സഭയുമായിട്ട് ബന്ധപ്പെടാൻ ഒരു സാഹചര്യം ഉണ്ടായി. അവരുടെ ജീവിതത്തിലെ മാതാപിതാക്കളൊക്കെ മരിച്ച് അനാഥമായ ഒരു അവസ്ഥ വന്നപ്പോൾ അമ്മാവന്റെ കൂടെ താമസിച്ച് അങ്ങനെ അവിടെ വെച്ച് രക്ഷിക്കപ്പെട്ട് ബിസിനസ്സിനോടുള്ള ബന്ധത്തിൽ കൊടുങ്ങല്ലൂരും കോട്ടപ്പുറത്തും ഒക്കെ ചന്തയിലൊക്കെ വന്ന് ചെമ്പുപാത്രപ്പണിയൊക്കെ ചെയ്ത സമയത്തൊക്കെ ഇവർ വിശ്വാസത്തിൽ വന്നു എന്നത് ഒഴിച്ചാൽ അവിടെയും പറയപ്പെടുന്നതായിരിക്കുന്ന സുവിശേഷ പ്രവർത്തനം ഒന്നും ഉണ്ടായിരുന്നു. എന്നാൽ 1973 മുതലാണ് ദൈവം കൊടുങ്ങല്ലൂരിനെ സന്ദർശിച്ചത്. അത് ഇന്ത്യ എവരി ഹോം ക്രൂസൈഡിന്റെ പ്രവർത്തനമാണ്. അത് ഏറ്റവും ശ്രേഷ്ഠവും ഞാൻ വളരെ വിലമതിക്കുന്നതായ പ്രവർത്തനമാണ്. കാരണം ഓരോ വീടുകളിലും അവർ പോയി സുവിശേഷം പറയും. സുവിശേഷം പറയുന്ന പറച്ചിലൊന്നുമില്ല, നോട്ടീസ് കൊടുക്കാൻ പോവുക, നോട്ടീസ് കൊടുക്കാൻ പോവുക. അന്ന് ഈ നോട്ടീസ് കിട്ടലും ആളുകൾ അതിന്റെ പുറത്ത് അഡ്രസ് വെച്ച് കറസ്പോൺസ് കോഴ്സിന് വേണ്ടി കോട്ടയത്തേക്ക് എഴുതലും ആ കോഴ്സുകൾ, ബൈബിൾ കോഴ്സുകൾ എല്ലാ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും വായിക്കുകയും അവരെ അനുധാവനം ചെയ്തുകൊണ്ട് സീക്കേഴ്സ് കോൺഫറൻസുകൾ നടത്തി അനേകരെ സുവിശേഷത്തിന് വേണ്ടി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ നമ്മുടെ വിശ്വാസികളായിരിക്കുന്ന ആളുകളുടെ നല്ല നടപ്പെന്ന് പറയാൻ പറ്റില്ലാത്ത നടപ്പ് കാരണം എൻ്റെ കൂട്ടുകാരുടെ കൂടെയൊക്കെ ഒരു RSS ചിന്താഗതിയുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടമായിരുന്നു. പക്ഷെ ഇവര് നമ്മുടെ വീട്ടിൽ വന്ന് സുവിശേഷം പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഇവരോട് പറഞ്ഞത്, ഇതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് അറിയാം നിങ്ങളെക്കുറിച്ച് എന്ന് ഞാൻ ആദ്യം അവരെ വിലയിരുത്തി. പക്ഷെ അവർ ചിലരുടെ പ്രവർത്തനങ്ങളും സ്നേഹവും കരുതലും മാത്രമല്ല, അവർക്ക് എന്നെ കൂടെ കൊണ്ടു നടക്കണം, എന്നെ വിശ്വാസത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് അവർ നടത്തിയതെങ്കിലും എൻ്റെ ചിന്ത ഞാൻ അവരുടെ ഏതോ ഗൈഡാണ് എന്ന രീതിയിലാണ് ഇവരുടെ കൂടെ പോകുന്നത്.
ആ സമയത്ത് ഞാൻ ഏതായാലും മാന്യമായിട്ട് ഇവരുടെ കൂടെ സുവിശേഷ പ്രവർത്തകരാണ് എന്ന നിലയിൽ ഞാൻ അവരുടെ കൂടെ ക്രൈസ്റ്റ് ഗ്രൂപ്പുകളിൽ പങ്കെടുക്കാനാണ് ഞാൻ പോകുന്നത്. ചെറിയ ചെറിയ വീടുകൾ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അനേക സ്ഥലങ്ങളിൽ അനേക അക്രൈസ്തവരുടെ വീടുകളിൽ ഇവര് കൂട്ടം കൂടി ബൈബിൾ പഠിപ്പിക്കും. അപ്പൊ ഞാനൊരു കുഞ്ഞു ബാലൻ, ചെറിയ ചക്കൻ, അവിടെ ചെല്ലുമ്പോൾ ഈ ആളൊക്കെ ചോദിക്കും, ഈ പയ്യൻ ഏതാണ്? അപ്പൊ പറയും ഇവനിങ്ങനെ ഇന്ന ആളുടെ മോനാണെന്നൊക്കെ. അപ്പൊ ഞാൻ അവിടെ അറിയാതെ അങ്ങ് ഞെളിഞ്ഞു പോവുകയാണ്. അങ്ങനെ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഞാൻ ഏതോ എവരോസന്റെ ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ തന്നെയാണ് 13-14 വയസ്സുകളിലൊക്കെ ഉണ്ടായിരുന്നത്. ആ ആവേശം കയ്യിൽ കിട്ടിയപ്പോൾ, സുവിശേഷം ഒന്നും പറയാൻ അറിയാൻ പാടില്ലെങ്കിലും കിട്ടാവുന്ന ട്രാക്റ്റുകളൊക്കെ എടുത്ത് കാണുന്നവർക്കൊക്കെ കൊടുത്തിട്ട് ഒറ്റ പോക്കാണ് പിന്നെ. അത് ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഞാനൊരു പോക്കാണ്. കാരണം ഇത് എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാനത് കൊടുത്തിട്ട് പോകും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർ തന്നെ ഒരു സീക്കേഴ്സ് കോൺഫറൻസ്, ഇന്ത്യ എവരോസന്റെ സീക്കേഴ്സ് കോൺഫറൻസിൽ വെച്ചാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. ആ 1975 ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് എൻ്റെ വീടിനകത്ത്, എൻ്റെ ഒരു ചെറിയ വീടാണ് എൻ്റെ വീട്, അതിനകത്ത് ചായ്പില് ഞാൻ താമസിക്കുന്ന എൻ്റെ സ്റ്റഡി റൂമിൽ ഞാൻ ഒരു ചെറിയൊരു ടേബിളൊക്കെ ഉണ്ടാക്കി കുറെ ട്രാക്റ്റുകളെ കളക്ട് ചെയ്ത് അവിടെ വെക്കുകയാണ്. അത് ഞാൻ ഗലേദ് ബൈബിൾ ബുക്ക് ക്ലബ് എന്ന് പേരിട്ടു. കാരണം ഞാൻ ലിറ്ററേച്ചർ കൊണ്ട് രക്ഷിക്കപ്പെട്ട ആളാണ്. കറസ്പോൺസ് കോഴ്സ് വായിച്ച് പഠിച്ച് രക്ഷിക്കപ്പെട്ട ആൾ. ബ്രദറുകാരന്റെ മകനായിട്ട് ജനിച്ചുവെങ്കിൽ തന്നെയും എനിക്ക് ലഭിക്കേണ്ടതായിരിക്കുന്ന ആത്മീക പാഠങ്ങൾ തന്നത് എവരോസന്റെ ഈ ലിറ്ററേച്ചർ സർവീസും ഈ സഹപ്രവർത്തകരുടേതായിരിക്കുന്ന ഉപദേശങ്ങളുമാണ്. ആ നിലയിൽ ബുക്കിനോടും ഈ പറയുന്ന നോട്ടീസുകളോടും ഒക്കെ എനിക്ക് വലിയ താല്പര്യമുണ്ടാകുകയും ഞാൻ അത് കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയും അതിങ്ങനെ കൊടുക്കുകയും ചെയ്യും. ആ സമയത്ത് വീട്ടിൽ നടക്കുന്ന സൺഡേ സ്കൂളും മറ്റു പ്രവർത്തനങ്ങളുകാരനൊക്കെ രക്ഷിക്കപ്പെട്ട ഒരു ഹരിഹരൻ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു, വേണു എന്നൊരു പയ്യനുണ്ടായിരുന്നു. ഇവരുടെ കൂടെ ഞാനും എവരോസത്തിൽ പോകുന്നത് വേറെ വഴിക്കാണെങ്കിൽ ഞാനും ഒരു ആവേശം കൊണ്ട് ഇവരെയും കൂട്ടി പോകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ രക്ഷിക്കപ്പെടുന്നതിന് 1.5 കൊല്ലം മുമ്പേ ഈ സുവിശേഷ പ്രവർത്തനത്തിൽ വ്യാപൃതനാകാനായിട്ട് ദൈവം എനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. എന്നാൽ സുവിശേഷ ഒരു വിശ്വാസിയായി രക്ഷിക്കപ്പെട്ട ശേഷമാണ് കൂടുതൽ ഇതിൽ പ്രവർത്തനത്തിലെ സാധ്യതകളും ആവശ്യങ്ങളും ഞാൻ രക്ഷിക്കപ്പെട്ട അതേ വഴിയിലൂടെ മറ്റുള്ളവർ രക്ഷിക്കപ്പെടുന്ന ആഗ്രഹത്തോടുകൂടെ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അപ്പൊ എൻ്റെ വീട്ടില് ഈ ഗലേദ് ബൈബിൾ ബുക്ക് ക്ലബ് എന്നുള്ളതായിരിക്കുന്ന ഒരു പേര് വന്നു. അത് വരാൻ കാരണം ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തില് നമ്മൾ വായിക്കുന്ന ചില വാക്യങ്ങൾ ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. 47, 48, 49 വാക്യത്തില് ലാബാൻ അതിന് യഗർ സാഹദുത, സാക്ഷ്യത്തിന്റെ കൂമ്പാരം എന്ന് പേരിട്ടു. യാക്കോബ് അതിന് ഗലേദ്, സാക്ഷ്യത്തിന്റെ കൂമ്പാരം എന്ന് പേരിട്ടു. ഈ കൂമ്പാരം ഇന്ന് എനിക്കും നിനക്കും മധ്യ സാക്ഷി എന്ന് ലാബാൻ പറഞ്ഞു. അതുകൊണ്ട് അതിന് ഗലേദ് എന്നും മിസ്പ, കാവൽമാടം എന്ന് പേരായി. നാം തമ്മിൽ അകന്നിരിക്കുമ്പോൾ യഹോവ എനിക്കും നിനക്കും നടുവെ കാവലായിരിക്കട്ടെ. അത് 49-ാം വാക്യം കഴിഞ്ഞ് പിന്നെ 52-ാം വാക്യത്തില് ദോഷത്തിനായി, ഈ വാക്യമാണ് എന്നെ സ്പർശിച്ചത്, ദോഷത്തിനായി ഞാൻ ഈ കൂമ്പാരം കടന്ന് നിന്റെ അടുക്കൽ വരാതെയും നീ ഈ കൂമ്പാരവുമായി ഈ തൂണും കടന്ന് എന്റെ അടുക്കൽ വരാതെയും ഇരിക്കേണ്ടതിന് ഈ കൂമ്പാരവും സാക്ഷി. ഇവിടെ ദോഷത്തിനായി ഞാൻ നിന്റെ അടുക്കൽ വരുന്നില്ല, പക്ഷേ നീ ദോഷം ആയ എൻ്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ ദോഷമായ എൻ്റെ അടുത്തേക്ക് വരരുത്. കാരണം അമ്മായിപ്പനും മരുമോനും തമ്മിലുള്ളതായിരിക്കുന്ന ചെറിയ നമുക്കറിയാവുന്ന കഥയാണ്. എന്നെ ചിന്തിപ്പിച്ചത് ദോഷത്തിനായിട്ട് ഞാൻ അങ്ങോട്ട് വരില്ല, പക്ഷെ ദോഷം തേടി ഇനിയും എൻ്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നീ എൻ്റെ അടുത്ത് വന്ന് നീ ദോഷിയാകാതിരിക്കാനും ഇതൊരു കൂമ്പാരമായിരിക്കും. അപ്പൊ ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പും രക്ഷിക്കപ്പെട്ട ശേഷം തമ്മിലുള്ളതായിരിക്കുന്ന ആ ദോഷവും ദോഷം മാറിയ അവസ്ഥയും എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ വളരെ സ്നേഹിക്കുകയും ഒരു സാക്ഷ്യകൂമ്പാരമായിട്ട് ഇരിക്കട്ടെ എന്റെ ക്രിസ്ത്യ ജീവിതം എന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇന്ന് വിശ്വസിക്കില്ല, ഇന്നലെ സുഹൃത്ത് തന്നെയാണ് അത് ഞങ്ങൾ പ്രവർത്തിക്കാൻ. ചില വിശ്വാസികൾ വിശ്വസം, അവരിൽ ചിലർ വളരെ വ്യക്തമായ തീരുമാനത്തോടെ വേർപാട് സ്വീകരിച്ചു. അതില് ഒരു സുരധരൻ, ഒരു രാമദാസൻ, ഇവര് രണ്ടുപേരും ഈ സഭയുടെ നെടും തൂണുകളായിട്ട് ദൈവം നിർത്താനായിട്ട് ഇടയാക്കി. അതോട് കൂടെ തന്നെ ഈ ഇരിങ്ങാലക്കുട ഓർഫനേജിൽ വളർന്നതായിരിക്കും ജെയിംസ്, അവന് ചില അരിഷ്ടതയും കഷ്ടതയൊക്കെ വന്നപ്പോൾ ആ ഓർഫനേജ് പുറത്താകേണ്ട വന്നപ്പോൾ അഭയം തേടി ഞങ്ങളുടെ വീട്ടിലാണ്. ഞാനിപ്പോഴും അഭിമാനത്തോടെ ജെയിംസിനെ ഓർക്കാൻ കാരണം 4 സഹോദരിമാരും ഞാനും ചേട്ടനും എൻ്റെ അപ്പനും അമ്മയും ഉള്ളതായിരിക്കുന്ന ആ വീട്ടിൽ ഈ ജെയിംസും എൻ്റെ കട്ടിലുണ്ടാവും. അവൻ ജന്മം കൊണ്ട് അനാഥനാണെങ്കിലും അനാഥയിൽ വളർന്നവനാണെങ്കിലും ആ വിശ്വാസിയായി ഞങ്ങൾ കൂടില്ല. അപ്പൊ ഞായറാഴ്ചകളിൽ ഞങ്ങൾ 4 പേരും കൂടെ കൂടി പ്രവർത്തനത്തോടെ ഞങ്ങളെ സഹായിക്കാനായിട്ട്
അപ്പൊ ആ സമയത്താണ് ഈ സ്ഥലത്ത് ഒരു സ്ഥലം സഭ വേണം. ഇരിങ്ങാലക്കുട വരെ എല്ലാവർക്കും പോയി വരാൻ പറ്റില്ല. വിശേഷാൽ ഈ ഹിന്ദുക്കളിൽ നിന്നും മുസ്ലിങ്ങളിൽ നിന്നൊക്കെ വിശ്വാസത്തിൽ സീക്കേഴ്സായിട്ട് വരുന്ന ആളുകളെ ആരാധനയായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റില്ല. വേറെ ഒരു സഭാ കൂടി വരുന്നതിന് മുമ്പ് നമുക്ക് വേർപാട് സഭ അവിടെ വേണം എന്ന് അന്നത്തെ പ്രവർത്തകനിൽ ഒരാളായ ഇന്ന് തളിപ്പറമ്പിലുള്ള KM ജോൺ, അദ്ദേഹം മാത്രമാണ് എൻ്റെ ഓർമ്മയിൽ. ഇപ്പം ബ്രദറുകാരനായിട്ട് അന്ന് വേറെ ആളുണ്ടായിരുന്നു, മരിച്ചുപോയി. പിന്നെ NT തോമസ് ഉണ്ടായിരുന്നു, അദ്ദേഹം ജാൻസിയിൽ സുവിശേഷകനായിരുന്നു. ഈ KM ജോണച്ചാനാണ് അന്നത്തെ ഞങ്ങളുടെ സഭയുടെ ഉപദേശി. ആഡം സായിപ്പാണ്. സായിപ്പിനോട് പറഞ്ഞു, സായിപ്പ് അവിടെ ഇനി വേറെ കൂടി വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആ ആളുകളൊക്കെ വിശ്വാസത്തിൽ ഉറച്ചു വരുന്ന സമയത്ത് ഇരിങ്ങാലക്കുടയ്ക്ക് വരാൻ അവർക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്, ദൂരം 16 കിലോമീറ്ററും വാഹന സൗകര്യം കുറവായതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ആരാധന കൂടി വരെ തുടങ്ങണം എന്ന് പറഞ്ഞ് 75-ലാണ് കൊടുങ്ങല്ലൂരിലെ ആരാധന കൂടി വരവ്. ഈ ആരാധന കൂടി വരവ് തുടങ്ങുമ്പോൾ സഭയായിട്ട് ഞങ്ങളെ സഹായിക്കാനായിട്ട് നിയുക്തരായിരിക്കുന്ന ചില സുവിശേഷന്മാരെ കൂടെ സായിപ്പ് കൊണ്ടുവന്നു. അത് ഒന്ന് കട്ടായിപ്പോ? ഹലോ, റേഞ്ച് കട്ടാവുന്നുണ്ട് കേട്ടോ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പം കട്ടുണ്ടെന്നാലും കുഴപ്പമില്ല. ഒരു വൈഫൈ ആണോ അച്ഛാ ഉപയോഗിക്കുന്ന? വൈഫൈ ആണോ? അല്ല, വൈഫൈ ഇല്ല ഇവിടെ. അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമില്ല, പറഞ്ഞു. ഒരു VC പൗലോസ്, അദ്ദേഹം നിത്യതയിൽ പ്രവേശിച്ചു. ഒരു VC വർഗീസ് നിത്യതയിൽ പ്രവേശിച്ചു. അങ്ങനെ ചില സഹോദരന്മാർ വളരെ കഷ്ടപ്പെട്ട് ഞങ്ങളെ സഹായിക്കാനായിട്ട് ഈ സഭയിലേക്ക്. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും കൂടെ പ്രവർത്തിക്കാൻ പോകുന്നത് ഞങ്ങളാണ്. കാരണം ചെറുപ്പക്കാരായി ഞങ്ങൾക്ക് 4 പേരും ഒരേപോലെ ഉത്സാഹം. ഞങ്ങൾ ഇവരെ ക്ഷണിക്കും, കൊണ്ടുവരും. സഭയിലെ ശുശ്രൂഷകൾ കഴിഞ്ഞ് പരസ്യത്തിന് പോകും. ആഴ്ചയിൽ 52 ഞായറാഴ്ച ഉണ്ടെങ്കിൽ ചുരുങ്ങിയതൊരു 100 പരസ്യങ്ങൾ നടത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഉറക്കമില്ലാത്ത അവസ്ഥയാണ്. അതുപോലെ ഞങ്ങൾ എവിടെ പോകണം, എങ്ങനെ പോകണം എന്നൊക്കെ ഞങ്ങൾ 4 പേരും തീരുമാനിക്കും. ഞങ്ങൾ പോകും, പ്രവർത്തിക്കും. ആ നിലയിൽ അത്യുത്സാഹമായി പ്രവർത്തിക്കും. ഞാൻ ഇന്ന് ആലോചിക്കുകയാണ്, അന്നത്തെ പ്രവർത്തനത്തിന്റെ ഉത്സാഹം അതിന്നും മാറാതെ നിൽക്കുന്നു. പലതും മാറി. ഞാൻ പറഞ്ഞതുപോലെ ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം മുതലുള്ളതായിരിക്കുന്ന 6 ദിവസത്തെ സൃഷ്ടിപ്പ് അത് വിശ്വസനീയമല്ല എന്ന് ഒരു സഭയുടെ ഏറ്റവും വലിയ പോപ്പെന്നൊക്കെ പറയാവുന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറഞ്ഞു. അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. 6 ദിവസം കൊണ്ടൊന്നല്ല എന്ന് പറഞ്ഞാൽ ദൈവത്തെ 6 ദിവസം കൊണ്ടൊന്നും ഇതിങ്ങനെ ക്രമമായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ സഭാമേലധ്യക്ഷന്മാർ, അത്യുന്നതന്മാർ പറയുന്ന ഈ കാലഘട്ടത്തിൽ അന്ന് എന്ത് സുവിശേഷം പറഞ്ഞവോ അതേ സുവിശേഷം തന്നെ പിന്നീടും പറയുവാനുള്ള ഭാഗ്യം ലഭിച്ചു ഞങ്ങൾക്ക് എന്നുള്ളതാണ്. ഇന്നും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാൻ കാരണം, സുവിശേഷ വേലയുടെ മഹാത്മ്യം ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ ഇന്ന് ആളുകൾക്ക് പറ്റാത്തത് കാരണം വിശ്വാസികളിലേക്ക് നോക്കുന്നതുകൊണ്ടാണ്. ദൈവത്തിലേക്ക് ആരും നോക്കാറില്ല. പലപ്പോഴും വിശ്വാസികളുടെ കുറവിലേക്ക് നമ്മൾ നോക്കും. ആ ഉപദേശം ശരിയല്ല, അല്ലെങ്കിൽ ഈ മൂപ്പൻ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഈ പ്രശ്നങ്ങളിലേക്ക് നോക്കാനാണ് ആളുകൾക്ക് താല്പര്യം. ആ പ്രശ്നങ്ങളിലേക്ക് നോക്കുമ്പോൾ ദൈവവേലയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഉത്സാഹം കുറയും. എന്നാൽ ഇന്നും വളരെ വ്യക്തമായിട്ട് ദൈവത്തെങ്കിലേക്ക് നോക്കി നമ്മെ രക്ഷിച്ച അതേ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്ത് ലോകത്തിന്റെ അറ്റത്തോളം നിങ്ങൾ പോകണം, സകല സൃഷ്ടിയോടും സുവിശേഷം പറയണം, സകല സൃഷ്ടിയോടും സുവിശേഷം പറയണം, ആരോടും പറയാതിരിക്കരുത്. ആ നിലയിൽ ആവേശത്തോടു കൂടെ പറയുവാനായിട്ട് നമുക്കൊരു സാധനം. എന്നാൽ പ്രതിയോഗിയായിരിക്കുന്ന ഒരു ശത്രുവുണ്ട്. ഞങ്ങളുടെ ആവേശം ഞാൻ ഓർക്കുകയാണ്, കൊടുങ്ങല്ലൂരിന്റെ അപ്പുറം പറവൂർ, എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയുടെ 11 കിലോമീറ്റർ കൊണ്ട് പോയി കഴിഞ്ഞാൽ പറവൂരാണ് ആദ്യത്തെ. ആ പറവൂര് മുതല് ഞങ്ങൾ നിൽക്കാത്ത കവലകൾ ഗുരുവായൂർ വരെ, ഏറ്റവും ചെറിയ കവലകൾ വരെ ഒന്നും വിടാതെ ഞങ്ങൾ പരസ്യമാണ് നടത്തിയിട്ടുണ്ട്. അതുപോലെ ശരാശരി വീടുകളിലും ഞങ്ങൾ കയറിയിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് അതിനുള്ളതായിരിക്കുന്ന അത്യുത്സാഹമായിരുന്നു. അങ്ങനെ അത് മാത്രമല്ല, ഞങ്ങൾ ആ പ്രവർത്തനത്തിൽ മാത്രമല്ല, ഞങ്ങൾ സൈക്കിള് ഓട്ടി വാണിയമ്പാറ എന്ന തൃശ്ശൂരിന്റെ അപ്പുറത്തേക്ക് പോകും, പരസ്യമായിട്ട് ഗുരുവായൂർക്ക് പോകും, അങ്ങനെ പല സ്ഥലത്തേക്കും പോകും. അത് കൂടാതെ ഞങ്ങളുടെ മറ്റൊരു ആവേശം എന്ന് പറഞ്ഞാൽ, അത് ഇന്ന് കേൾക്കുമ്പോൾ പലർക്കും ഭയമാണ്. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഒരു താലപ്പൊലി മഹോത്സവമുണ്ട്. എല്ലാ ജനുവരി മാസവും 14-ാം തീയതി തുടങ്ങിയാൽ 13 രാത്രി തുടങ്ങും, 17-ാം തീയതി രാത്രി അവസാനിപ്പെടും. 24 മണിക്കൂറിന്റെ 4 പൂർണ്ണ സമയമാണ് ഉത്സവം. ഈ സമയത്ത് ആരും ഒരു കച്ചവടക്കാരനും കണ്ണടയ്ക്കൂല. ആള് മാറി മാറിയിരിക്കും. ഞങ്ങളും അവരുടെ കൂടുതൽ ടെന്റ് കെട്ടി ബൈബിൾ പുസ്തകങ്ങൾ വെച്ച് പരസ്യവും നടത്തി, പ്രഭാഷണവും നടത്തി
ഈ ലഘുലേഖകൾ കൊടുക്കും. 4 ദിവസം രാത്രിയും പകലും, രാത്രി പൂരം പകൽ പൂരം. അത് 18 വർഷം നടത്താനായിട്ടിടയായി. എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് കേൾക്കുന്ന അനേക ആളുകൾ, ഞങ്ങളെ സ്നേഹിക്കുന്ന പലരും ആ രാത്രിയോഗങ്ങൾ ആ അമ്പല മൈതാനത്ത് വന്നിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെ ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നതാണ്. കാരണം അവിടെ വരുന്ന ആളുകൾ, ഞങ്ങളുടെ ടെന്റ് ചെറിയ ടെന്റ് ആയിരിക്കും, അത് വേണമെങ്കിൽ ഒന്ന് ഉന്തിയാ പോകുന്നതാണ്. ശത്രുക്കൾ വരാറുണ്ട്, ഉന്തും തള്ളൊക്കെ ഉണ്ടാവാറുണ്ട്. എങ്കിലും പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഞങ്ങൾക്ക് ആ സമയത്ത് ലഭിച്ചിരുന്നു. ഞങ്ങൾ ഉപദ്രവിക്കാനായിട്ട് കഴിഞ്ഞില്ല. അത് ഒരു സാമൂഹിക ഉത്സവമായതുകൊണ്ട് അധികം വലിയ ഉപദ്രവങ്ങളൊന്നും ഉണ്ടായില്ല, അപകടം ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ അത് അത്ഭുതകരമായിട്ട് അതിനകത്ത് വന്നിരുന്നു സുവിശേഷം കേട്ടു. കാരണം ഈ ഉത്സവ പറമ്പിൽ നടന്ന് കാലി അടയ്ക്കുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് ചിലപ്പോൾ ആ സമയത്തായിരിക്കും നമ്മൾ ടെന്റ് കാണുന്നത്, നമ്മൾ നോട്ടീസ് കൊടുക്കുന്നത്. ഇതെന്താണെന്ന് ചോദിക്കും. സുവിശേഷം പറഞ്ഞാൽ അവർക്ക് സന്തോഷം തോന്നും. ഒന്ന് ഇരിക്കട്ടെ മോനെന്ന് ചോദിക്കും. അപ്പൊ നമ്മളതിനെ 3-4 കസേരയെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇരിക്കാനുള്ള ടേബിളൊക്കെ ഉണ്ട്, അവിടെ ഇരിക്കും. ആ സമയത്ത് നമ്മൾ അവരോട് സുവിശേഷം. അപ്പൊ ഈ ടെന്റിനകത്ത് സഹോദരിമാരും ഇരിക്കും, സഭയുടെ സഹോദരിമാരുണ്ടാവും, സഹോദരന്മാരുണ്ടാവും, മാറി മാറി ഇങ്ങനെ ചെയിൻ പോലെയാണ്. ഇതിനകത്ത് രക്ഷിക്കപ്പെട്ട ഒരു സഹോദരിയുടെ മകൾ ഇന്ന് ആസാമിലെ സുവിശേഷന്റെ ഭാര്യയാണ്. അതുപോലെ പല ആളുകളെയും ഞങ്ങൾ കണ്ടെത്താനായിട്ട് ദൈവം ഞങ്ങൾക്ക് സാവകാശം നൽകി. സുവിശേഷ വേലയുടെ സാധ്യതകളെ നമ്മൾ ഒട്ടും പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ രീതിയിൽ പണ്ടൊക്കെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തൃശ്ശൂർ പൂരത്തിനും അതുപോലുള്ളതായിരിക്കുന്ന ഒല്ലൂർ പെരുന്നാളിനൊക്കെ ഇതേപോലെ സുവിശേഷന്മാര് ധാരാളമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്, പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ ടെന്റ് കെട്ടി അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അതിൽ ഉത്സാഹത്തോടെ അയൽസഭക്കാരൊക്കെ വന്ന് ഞങ്ങളോട് കൂടെ സഹകരിച്ച് ലഘുലേഖ കൊടുക്കാനായിട്ട് വരും. അതിന്റെ ശേഷം ഈ അടുത്ത കാലത്ത് നമ്മുടെ കർണാടക ജില്ലയിൽ കന്നഡ ഭാഷയ്ക്ക് വേണ്ടി ഒരു വലിയൊരു ഉത്സവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കൊല്ലവും കോടാനുകോടി രൂപ ചെലവാക്കി കന്നഡ സാഹിത്യത്തിന് വേണ്ടി അതിൽ കൊടകില് മടിക്കേരി എന്ന സ്ഥലത്തേക്ക് ഒരു ചാൻസ് കിട്ടി. ആ ചാൻസ് കിട്ടിയപ്പോൾ ഞങ്ങളുടെ ഒരു ആത്മീയ മകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, വെറും 500 രൂപ കൊടുത്താൽ ഒരാഴ്ച നമുക്ക് ടെന്റ് കിട്ടും. ആ ടെന്റിൽ എത്ര സുവിശേഷ വേല പുസ്തകങ്ങൾ, അവിടെയൊക്കെ സുവിശേഷ പ്രവർത്തനം ചെയ്യാനേ പാടുന്ന സ്ഥലമാണ്, പക്ഷെ കന്നഡ ലിറ്ററേച്ചർ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. ഞാൻ പറഞ്ഞു കിട്ടിയ ചാൻസ് ഉപയോഗിക്കണം ബ്രദർ എന്ന് പറഞ്ഞു. പരമാവധി കന്നഡ പുസ്തകങ്ങളും ബൈബിളുകളും പുതിയ നിയമങ്ങളും എവിടെ നിന്നെല്ലാം കളക്ട് ചെയ്യാമോ അത് മുഴുവനും കൊണ്ടുവന്ന് ആ ടെന്റ് വെച്ചു. അതിശയം എന്ന് പറഞ്ഞാല് അവിടെ ലക്ഷക്കണക്കിന് ലഘുലേഖകൾ, പുതിയ നിയമങ്ങൾ, ബൈബിളുകൾ, ആ ഒറ്റ നിബന്ധന അവർക്കുള്ളൂ, അത് കന്നഡ സാഹിത്യത്തിന് വേണ്ടിയുള്ളതായതുകൊണ്ട് ആ ടെന്റിനകത്ത് ഒരൊറ്റ ഇംഗ്ലീഷ് മലയാളം പോലെ ഒന്നും ഉണ്ടാകാൻ പാടില്ല, സാഹിത്യം പാടില്ല, കേവലം കന്നഡം മാത്രം. ഇതേ നിർബന്ധമുള്ളവർക്ക്. ഈ 7 ദിവസവും വരുന്നവർക്ക് മുഴുവനും ചോറ്, കന്നഡത്തിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ഇവിടേക്ക് വരാൻ ഫുള്ളായിട്ട് ഫ്രീ സർവീസ് എന്ന് പറഞ്ഞ് ജനങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ശരാശരി 100 അടുപ്പെങ്കിലും അവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്, അടുക്കള 100 അടുപ്പ്. അത്രയും വലിയൊരു സമ്മേളനത്തില് ഞങ്ങൾക്ക് മാന്യമായി അവിടെയൊക്കെ അറസ്റ്റുകാർ വരും, മറ്റുള്ളവരൊക്കെ വരും, ഞങ്ങൾ ഉപദ്രവിക്കാനൊക്കെ വരും അവര്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗവൺമെന്റിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഉപയോഗിക്കുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ സാരം എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന് വേണ്ടി സാധ്യതകളെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഞങ്ങൾ പ്രവർത്തിച്ച് മുമ്പോട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ സഹോദരന്മാർക്ക് താല്പര്യം, ഈ ഗലീദ് ബൈബിൾ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പേരിനൊരു പോരായ്മ പോലെ. ആ സമയത്താണ് ബൈബിൾ വോയിസിന്റെ റേഡിയോ പ്രഭാഷണം കേൾക്കുന്നത്. ഒരു സഹോദരൻ താല്പര്യം, നമുക്ക് കൊടുങ്ങല്ലൂർ ബൈബിൾ വോയിസ് ഇടണം. ഓക്കെ, അങ്ങനെയായി. പിന്നെ ഞങ്ങൾ കൊടുങ്ങല്ലൂർ ബൈബിൾ വോയിസിന്റെ പേരിലാണ് പിന്നത്തെ പ്രവർത്തനങ്ങൾ. ഈ പ്രവർത്തനങ്ങളും സജീവമായിട്ട് മുമ്പോട്ട് വന്നു. ഏതാണ്ട് 1988 വന്നപ്പോഴേക്കും ഞങ്ങൾ വടക്കോട്ട് ഒരു 24 കിലോമീറ്റർ നാട്ടിക, ഇപ്പൊ ഞങ്ങൾ ആ സ്ഥലത്താണ് ഇരിക്കുന്നത്, നാട്ടികയിലേക്ക് പ്രവർത്തനത്തിനായിട്ട് വരികയാണ്. അപ്പൊ ഈ ഭാഗത്തൊക്കെ ആളുകൾ രക്ഷിക്കപ്പെടുന്നു, വേർപെടുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ അവസ്ഥ. എന്നാൽ ഇതിന്റെയൊക്കെ പുറകിൽ ഇത്രയും അത്ഭുതകരമായ പ്രവർത്തനം നടത്തുന്നു, ഉത്സാഹമായ പ്രവർത്തനം നടത്തുമ്പോൾ തന്നെ പിശാച് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, തമ്മിൽ തല്ലുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഒരു അല്പം വിഘടനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ ആണെങ്കിലും അതിനൊക്കെ അതിജീവിച്ചു പോകാനായിട്ട് ഞങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. ഈ കാലഘട്ടത്തിലാണ് ഈ സുവിശേഷമായിട്ട് വിശ്വസിച്ച് വന്ന മറ്റ് ഇതര സമുദായങ്ങളിൽ നിന്ന് വന്ന ആളുകളൊക്കെ സഭയിൽ സജീവമായിട്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ചില ആളുകൾ, അവരുടെ ചില പെൺകുട്ടികളൊക്കെ ഒറ്റപ്പെട്ട് നിൽക്കുന്നു. അവരെയൊക്കെ വിവാഹം കഴിച്ചയക്കാനായിട്ട് വേറെ നിവൃത്തിയില്ല. ഇതര മതത്തിൽ നിന്ന് വന്നവർക്ക് ക്രൈസ്തവ കുടുംബത്തിന് പെണ്ണ് കൊടുക്കാത്തൊരവസ്ഥ വന്നു.
ഈ അവസ്ഥ വന്നപ്പോൾ അവർക്ക് ഒരു വിളനിലമായിട്ട് കൊടുങ്ങല്ലൂരിനെ അവർ കാണുകയാണ്. കാരണം ശരാശരി കൊടുങ്ങല്ലൂരിന് ഒരു YMF-ന്റെ ക്യാമ്പ് വന്നാൽ, ഒരു ജനറൽ ക്യാമ്പ് വന്നാലും, ഒരു ഡിവിഷൻ ക്യാമ്പ് വന്നാലും ശരാശരി 15-നും 20-നും ഇടയ്ക്ക് യുവാക്കന്മാർ കൊടുങ്ങല്ലൂരിൽ നിന്ന് പോകും. അപ്പൊ ഏറ്റവും അധികം പാർട്ടിസിപ്പേഷൻ ഉള്ള സഭ കൊടുങ്ങല്ലൂരാണ്. അതിനേക്കാൾ അതിശയം 100 പേരുണ്ടെങ്കിൽ അതിനകത്ത് 90 പേരും അക്രൈസ്തവ പശ്ചാത്തലത്തിലുള്ളവരാണ്. അപ്പൊ കൊടുങ്ങല്ലൂരിനെ വളരെ ശ്രദ്ധയോടു കൂടെയാണ് ആ സമയത്ത് ആളുകൾ കണ്ടുകൊണ്ടിരുന്നത്. അവിടെയുള്ളതായിരിക്കുന്ന വിശ്വാസികൾക്ക് ഈ അക്രൈസ്തവ മേഖല അപ്പം അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു അസ്വസ്ഥത തോന്നിയത്. അസ്വസ്ഥത തോന്നിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ രീതിയിലുള്ളതായിരിക്കും ചിന്താഗതി നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ അത് മാറ്റണം. ജാതി സ്പർദ്ധ, ജാതി ചിന്ത നമ്മുടെ അത് മാറ്റണം. അങ്ങനെ ഞങ്ങൾ ചെറുപ്പക്കാർ കുറച്ചു പേര് കൂടി ആ വിഷയത്തിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഒരു തീരുമാനം, നമുക്ക് എന്തുകൊണ്ട് മാറ്റി ചിന്തിച്ചുകൂടാ, മാറി ചിന്തിച്ചുകൂടാ. അപ്പൊ ഞാൻ ഈ സുവിശേഷ വേലയ്ക്ക് വേർതിരിക്കുന്ന സമയം മുതൽ ഈ സുവിശേഷ വേലയ്ക്ക് പറ്റിയൊരു പെൺകുട്ടിയെ വേണം കല്യാണം കഴിക്കാൻ എന്നുള്ള ആ നിർബന്ധമുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ കണ്ണിൽ കൂടെ എനിക്ക് ഭാര്യയായിരിക്കാൻ യോഗ്യതയുള്ള പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ എൻ്റെ മാതാപിതാക്കളെ അറിയിക്കും, ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, അവർ പോയി കാണും, പക്ഷെ അത് സക്സസ് ആവില്ല. പല കാരണങ്ങളുണ്ട്, പല കാരണങ്ങളാൽ അത് സക്സസ് ആവില്ല. അങ്ങനെ മാറി 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 വന്ന് അവസാനം ഞാനായിട്ട് പറഞ്ഞു, ഇങ്ങനെ എന്നോട് വേറൊരു എൻ്റെ അളിയൻ്റെ അപ്പൻ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടിക്ക് പറ്റിയൊരു ചെറുക്കനെ വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതും എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു. ഞാൻ പറഞ്ഞത് സുവിശേഷ വേലയിൽ എല്ലാവരും ചോദിക്കും എപ്പോ പറഞ്ഞാലും ഫാത്തിമയുടെ പേരെന്താ പറയുന്നത്. ഞാൻ പറയുന്നത് ഞാൻ കല്യാണം കഴിച്ചത് കർത്താവിന്റെ നാമത്തിന് മഹത്വം കൊടുക്കാൻ വേണ്ടി അതിന് ആ പേര് പറയും. പറയാതെ നിവൃത്തിയില്ല, പറയാതെ മുമ്പ് ഞാൻ പരസ്യവും നടത്തുമ്പോൾ പറയാറുണ്ട്, വെല്ലുവിളിച്ച് ഞാൻ പറയും, എൻ്റെ ഭാര്യ മുസ്ലിമാണ്, അവള് ഇന്നും മതം മാറിയിട്ടില്ല. എൻ്റെ മരുമകൻ ഹിന്ദു സമാജത്തിൽ പറഞ്ഞവനാണ്, അവൻ ഇന്നും മതം മാറിയിട്ടില്ല. കാരണം മതം മാറ്റം എന്നുള്ളത് അപകടകരമായ അവസ്ഥയാണെന്ന് ഈ ദിവസങ്ങളൊക്കെയും കോടതികൾ വരെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആരും മതം മാറുന്നില്ല, ഇത് അവർക്ക് മനസ്സിലാകുന്നില്ല. വിശ്വാസം മാറുന്നുണ്ട്, അത് സത്യമാണ്. കാരണം രക്ഷ ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ, വേറൊരു മാർഗവുമില്ല. ഈ മാർഗമാണ് നമ്മൾ പറയുന്നത്, വേറെ മാർഗമൊന്നും നമ്മൾ പറയുന്നില്ല. 2 ദിവസം മുമ്പ് എന്നെ ഒരാൾ വിളിച്ചു, എന്നെ വിളിച്ചിട്ട് വളരെ സൗമ്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ യേശു ക്രിസ്തുവിനെ പോലെ ആത്മാവാകണം. അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞു, കുറെ വേദങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത്, നീ ദൈവമാണ്, എന്നോട് പറയും, നീ ദൈവമാണെന്ന് നീ കണ്ടെത്താൻ നിനക്ക് പറ്റും. അതിനുള്ള ചില വാക്കുകളൊക്കെ വിളിക്കും. ഞാൻ അദ്ദേഹത്തെ ഒരു 10-25 മിനിറ്റ് ശ്രദ്ധയോടെ ശ്രദ്ധിച്ചു. കാരണം ഇവർ പറയുന്നത് നീ ദൈവമാണ്, അതുകൊണ്ട് നീ പാപിയല്ല. കാരണം പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണത്. തിരുവനന്തപുരത്തുള്ള സഹോദരനാണ്, പുള്ളിക്കാരൻ ഒരു സ്നേഹിതനാണ്, സഹോദരൻ എന്ന് പറയാൻ പറ്റില്ല, സ്നേഹിതനാണ്. അദ്ദേഹം ഒരു ചിട്ടി കമ്പനി നടത്തുകയാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് നീ ആത്മാവാണ്, നീയാണ് ദൈവം, ആത്മാവിന് പാപമില്ല, അതുകൊണ്ട് നിനക്ക് പാപമില്ല. ഈ നിലയ്ക്ക് സുവിശേഷത്തിനെ ഇകഴ്ത്തി കിട്ടുന്ന ഒരു വലിയ ആശയം ഈ ലോകത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തും നമ്മളെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞ സത്യം, ഇത് നാശകരമായ ഒരു യാത്രയിലേക്കാണ് പോകുന്നത്, ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം എന്ന് വിചാരിച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യമാണ്. ഇങ്ങനെ പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് എനിക്ക് എന്തോ ചെറിയ കുട്ടികളോട് വലിയ സന്തോഷം, സ്നേഹമാണ്. അത് എനിക്ക് മാത്രമല്ല, എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും, അത് എൻ്റെ മക്കൾക്കും അങ്ങനെയാണ്. കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അവരെ ഒന്ന് തോണ്ടുക, പിച്ചുക, കുശലം ചൊറിയുക, അതിപ്പോഴും ആ രീതിയിൽ. പിന്നെ പോക്സോ കേസൊക്കെ വന്നുകൊണ്ട് കുറച്ച് നിർത്തിയിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം, ഏത് കുട്ടികളെ കണ്ടാലും അല്പം ശ്രദ്ധയോടുകൂടെ ശ്രദ്ധിക്കും. ഈ സമയത്താണ് നമ്മുടെ കുട്ടികളൊക്കെ പലരും വഴിതെറ്റി പോകുന്ന അവസ്ഥ കണ്ടത്. അപ്പോൾ നിങ്ങളുടെ മക്കൾ ഏത് വഴിയിൽ എന്ന് ചോദിച്ചുകൊണ്ട് ഞാനൊരു ആദ്യമായിട്ട് ലഘുലേഖ ഇറക്കി. ആ ലഘുലേഖയാണ് എന്നെ കൂടുതൽ ഇവരുടെ ഇടയിലേക്ക് ഇറങ്ങാനായിട്ട് പ്രേരകമായത്. കാരണം അതിനിടയിൽ ഞാനൊരു ക്രിസ്ത്യൻ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ഞാനൊരു ഓർഗനൈസേഷൻ മുഖാന്തരം വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ട് ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ എവിടെയുണ്ടെങ്കിലും അവരോടൊക്കെ സഹകരിക്കും. കാരണം എന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ഒരു മുഖ്യ ഘടകം ഓർഗനൈസേഷൻ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഓർഗനൈസേഷന്റെ പ്രവർത്തനത്തെ ആഗ്രഹിക്കുന്ന, താല്പര്യപ്പെടുന്ന, അത് വിവിധ ഡിനോമിനേഷൻ ആയാലും സ്നേഹിക്കുന്ന ഒരാളാണ്. ആ നിലയിൽ ഞാൻ ഒരു ഓർഗനൈസേഷനുമായിട്ട് സഹകരിച്ചു. അവര് കരിയർ ഗൈഡൻസ് കൊടുക്കുക, കുട്ടികൾക്ക് വേണ്ടി ഉപദേശം കൊടുക്കുക, അതിനുള്ള ട്രെയിനിങ് തരിക. അപ്പൊ ഞാൻ ആ ട്രെയിനിങ് ഒക്കെ പോയി അറ്റൻഡ് ചെയ്യും. അപ്പോഴാണ് ഈ കുട്ടികളുടെ ഇടയിൽ ഇതൊരു വലിയ സാധ്യതയുണ്ടെന്ന് മനസ്സിലായി. ഇപ്പോഴത്തെ അവസ്ഥ, നമ്മുടെ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു 10ാം ക്ലാസ് പഠിച്ച കുട്ടികൾക്കും എഴുതാനും വായിക്കാൻ അറിയില്ല. അദ്ദേഹം പറഞ്ഞു 100% ശരിയാണ്. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ തെറ്റാണെന്ന് പറഞ്ഞാലും ഉറപ്പാണ് അറിയില്ല. കാരണം ഞങ്ങള് ഈ കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ തൊട്ടടുത്ത്, ഞങ്ങൾ താമസിക്കുന്ന തൊട്ടടുത്ത് ഒരു ITC ഉണ്ട്. തൊട്ടടുത്ത് 48 കുട്ടികൾ അവിടെ ഉള്ളൂ. +2 SSLC കഴിഞ്ഞിട്ട്
അവർ +1 +2 ആ ഒരു പഠനമാണ് ITC പഠിക്കുന്നത്. ആ കുട്ടികളോട് ഞാൻ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് മലയാളത്തിൽ എഴുതാൻ പറഞ്ഞിട്ട് അവർ എഴുതി. പലർക്കും പറ്റിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇന്ന് മലയാളം സ്പെല്ലിംഗ് ഒന്നും ആൾക്ക് അറിഞ്ഞുകൂടാ, ഇംഗ്ലീഷ് പറഞ്ഞുകൂടാ. അപ്പൊ ഇത് വന്നപ്പോഴാണ് ഈ കുട്ടികളുടെ ഇടയിൽ സാധ്യത. അപ്പൊ എന്റെ മനസ്സിലേക്ക് വന്നത്, പണ്ട് സായിപ്പ്മാരൊക്കെ സോപ്പ് സൂപ്പ് സാൽവേഷൻ എന്ന് പറയുന്നതായിരുന്നു പ്രവർത്തനം. എന്ന് പറഞ്ഞാൽ അവരോടൊക്കെ ആദ്യം എന്താണ് മക്കളെ എന്നൊക്കെ ചോദിച്ച് ചിന്തിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് അവരെ ഒരു അല്പം സൂപ്പ്, അത് കഴിഞ്ഞിട്ട് വേണം സാൽവേഷൻ. ഈ ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നപ്പോ ഈ കാണുന്നവരോട് പെട്ടെന്ന് പോയിട്ട് മോനെ ഈ ലഘുലേഖ വായിക്കണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, അവർക്ക് ആ ലഘുലേഖ വായിക്കാൻ പറ്റില്ല. ഞങ്ങൾ ചിറ്റൂര് MLA അച്യുതൻ MLA വിളിച്ച് ഒരു പ്രോഗ്രാം നടത്തി. 2-3 ഡോക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ ഞാനൊരു സ്കിറ്റ് അവിടെയുള്ള കുട്ടികൾക്ക് എഴുതി കൊടുത്തു. ഞാൻ സ്കിറ്റൊക്കെ അവതരിപ്പിക്കണം, അവിടെ നല്ല പ്രോഗ്രാം നടക്കുകയാണ്. ആ പ്രോഗ്രാമിൽ ഞാനാണ് അതിന്റെ ഞാനാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, മക്കളെ സ്കിറ്റൊക്കെ നിങ്ങൾ നന്നായിട്ട് അവതരിപ്പിക്കണം. ഇത് ഏതെങ്കിലും കാരണവശാൽ മറന്നുപോയാൽ എഴുതി വായിക്കാനായിട്ട് എഴുതി കൈ പിടിക്കണം എന്ന് പറഞ്ഞ് ഞാൻ എല്ലാവർക്കും എഴുതിയും കൊടുത്തു. പക്ഷെ അതിനകത്ത് കഥാനായിക സ്കിറ്റ് മറന്നുപോയി. നോക്കി വായിക്കാൻ അവസരം കൊടുത്തപ്പോ ഇവക്ക് നോക്കി വായിക്കാൻ അറിയാൻ പാടില്ല. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഞാനത് പറഞ്ഞത്, ഇങ്ങനെയുള്ളതായിരിക്കുന്ന നേതാക്കന്മാരും MLA-മാരും ഒക്കെ ഉള്ള സദസ്സിൽ വെച്ച് വർഷങ്ങൾക്ക് മുമ്പേ 8ലും 9ലും പഠിക്കുന്ന കുട്ടികൾക്ക് വായിക്കാൻ അറിയാൻ പാടില്ല എന്ന് തെളിയിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു. ഈ ആവശ്യം വന്നപ്പോഴാണ് നമ്മൾ കുട്ടികളിലേക്ക് കുറച്ചും കൂടെ ഇളകി. അപ്പോഴാണ് ഇപ്പൊ ലഹരി, ഞാനിപ്പോ ചിന്തിക്കുന്നത്, ലഹരിയേക്കാൾ അപകടം ഈ കുട്ടികളുടെ ഇടയിലുള്ളായിരുന്ന പ്രേമമാണ്. അത് ഒരു ലൈസൻസും ഇല്ലാതെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചില പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് SI-മാരോടും CI-മാരോടും ഒക്കെ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ്, ഈ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ഞങ്ങളും ചെയ്യാം, ഞങ്ങളെ കൊണ്ട് ആയ രീതിയിലൊന്നും ചെയ്യാം. പക്ഷെ നിയമം അനുവദിക്കുന്നു. ഞാൻ പല സ്റ്റേഷനിലും പോയി ചോദിച്ചു, എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികൾ ഇങ്ങനെ കുത്തഴിഞ്ഞ് നടക്കുന്നു, മാതാപിതാക്കൾ അറിയുന്നില്ല, ജനങ്ങൾ അറിയുന്നു, നിങ്ങളും കാണുന്നു, ഒന്നും ചെയ്യുന്നില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? അവരെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്ന സ്റ്റേഷനിൽ പിന്നെ വേറെ പണിയൊന്നും നടത്താൻ പറ്റില്ല, ഇവരെ കൊണ്ട് നിറഞ്ഞിരിക്കും. ഇത്രയും അധാർമികമായ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വേറൊരു പഞ്ചായത്താണ്. അവിടെ 14 വയസ്സുള്ള പെൺകുട്ടി പ്രസവിച്ച് തലതാത്തി ഒളിച്ചു മാറിയിരിക്കുന്നു. ആ ചെറുക്കൻ പോക്സോ കേസിലാണ്. ഈ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്ത് 4 കിലോമീറ്റർ അപ്പുറത്ത് ചെന്നപ്പോൾ അവരും പറഞ്ഞു, ഇവിടെയും സെയിം കേസുണ്ട്. ഇന്ന് തലമുറ ഇങ്ങനെയുള്ളതായിരിക്കുന്ന അപകടത്തിൽപ്പെട്ട് പോക്സോ കേസ് പ്രതികളായി ആണുങ്ങൾ ജയിലിലും പെണ്ണുങ്ങൾ തലതാത്തി നടക്കുന്ന അവസരം വരുമ്പോൾ ഇന്ന് വീടുകളിൽ മാതാപിതാക്കൾ മാത്രമാണ്. നമുക്കറിയാവുന്ന പോലെ ഏറ്റവും ദുരിതത്തിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുക. മലയാളം വായിക്കാൻ അറിയാം. ഇപ്പൊ നമ്മൾ ലഘുലേഖ കൊടുത്താൽ ആർക്കും വായിക്കാൻ താല്പര്യമില്ലാത്തതിന് കാരണം ആൾക്ക് വായിക്കാൻ അറിയില്ലെന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന പരിപാടി, കിട്ടാവുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് ചെറിയ പുസ്തകങ്ങളൊക്കെ ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞ് നമ്മളെ പരിധിക്ക് അകത്തുനിന്നുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. ഈസ് വാസ് ഒക്കെ അങ്ങ് പഠിപ്പിക്കും. ഈസിന്റെ അർത്ഥം ചോദിച്ചാൽ അവർക്കറിയില്ല. I love you എന്ന് പറയാൻ അവർക്കറിയാം, പക്ഷെ ഐയുടെ അർത്ഥം അറിയില്ല, സ്പെല്ലിംഗ് അറിയില്ല. ലവിന്റെ അർത്ഥം അറിയില്ല, സ്പെല്ലിംഗ് അറിയില്ല. യുവിന്റെ അർത്ഥം അറിയില്ല, സ്പെല്ലിംഗ് അറിയില്ല, പക്ഷെ I love you എന്ന് പറയാൻ അറിയാം. ഇതാണ് ഇന്നത്തെ ഏറ്റവും ദൗർഭാഗ്യകരമായ അവസ്ഥ. ഇത് സാധാരണ SSLC-ക്ക് പഠിക്കുന്ന ആളുകളുടെ അവസ്ഥയാണെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കാം. ഈ അവസ്ഥയിലേക്ക് പോയപ്പോൾ ഇനി ഇവരുടെ ഇടയിലേക്ക് സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാനൊരു ഒറ്റയാൻ പട്ടാളമായിട്ട് ഞാൻ ഇവരുടെ പ്രവർത്തിക്കാം. അവര് 4 അക്ഷരം പഠിച്ചു വരട്ടെ. അങ്ങനെ പഠിച്ചു വന്നു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും സുവിശേഷം പറഞ്ഞായിട്ടാണെങ്കിലും അവർ രക്ഷിക്കപ്പെട്ടാൽ. ഞാനിങ്ങനെ പത്രത്തിൽ പരസ്യം പണ്ട് ഞാൻ നാട്ടിലിരിക്കുമ്പോൾ കൊടുത്തായിരുന്നു, തൂലിക സൗഹൃദം ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ സമീപിക്കുക. പത്രത്തിൽ കൊടുത്താണ് അന്ന് പെൻ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പലരും കുറേ ആളുകൾ വന്നു. ഇവർക്കൊക്കെ നമ്മൾ സുവിശേഷം പ്രിന്റ് ചെയ്തും എഴുതിയൊക്കെ കൊടുത്തു. ഇതിനിടയിൽ ജയരാജൻ എന്ന് പറഞ്ഞൊരു പയ്യൻ കോഴിക്കോട്, അവൻ ഒരു മുതിർന്ന ഒരു തീവ്രവാദിയായിരുന്നു ആ സമയത്ത്. അവൻ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു. ഞങ്ങൾ സുവിശേഷ പ്രവർത്തകരാണെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഞങ്ങളെ ഉപദ്രവിക്കണം. അങ്ങനെ അവൻ ഞങ്ങളോട് അവന്റെ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങളെ ആസനത്തെ മോള് ചെറിയ കുട്ടിയാണ്, കുഞ്ഞു കുട്ടിയാണ്. അപ്പൊ ഞാൻ അവന് അപകടം മനസ്സും ഞാൻ അവിടെ പറഞ്ഞു, ജയരാജ, ഞാനും ഭാര്യയും കൊച്ചുകുട്ടിയുമായിട്ട് നിന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നേക്കാൾ ഭേദം നീ നാട്ടികരെ ഞങ്ങളുടെ വീട്ടിലേക്ക്. ഏതായാലും ഞങ്ങളെ അവനെ ഉപദ്രവിക്കുന്ന തീവ്രമായ ആഗ്രഹം നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ പേരിൽ ആദ്യം തന്നെ ആ ഫ്രണ്ട്ഷിപ്പ് പറയാൻ വേണ്ടി അവൻ നമ്മുടെ വീട്ടിലേക്ക് വന്നു. ആ വന്ന വരവിൽ നമ്മുടെ സ്നേഹം കൊണ്ട് അവനെ മൂടുകയും പിന്നീട് ഞങ്ങൾ അവന്റെ വീട്ടിൽ പോവുകയും അവന്റെ വീട്ടിൽ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവൻ പിന്നീട് വിശ്വാസിയായി മാറി. അവൻ രക്ഷിക്കപ്പെട്ടു.
ഒരു CS അച്ഛന്റെ മകളെ അവൻ കല്യാണം കഴിച്ചു. അവൻ തീവ്രമായ ഒരു സുവിശേഷ ദാഹിയായി സുവിശേഷ പ്രവർത്തനം ചെയ്യാണ്. ഞാൻ ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ജയരാജന്റെ വീടിന്റെ അടുത്തേക്കുള്ള കോഴിക്കോട് ജില്ലയിൽ മീൻമുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അന്ന് താമസിക്കുന്നത്. അതിൽ പോയി ഞാൻ അവിടെ ചെന്ന് എൻ്റെ ഒരു കല്യാണത്തിന് പോയതാണ്. ഞാൻ ജയരാജനെ ഒന്ന് വിളിച്ചു, ജയരാജ എനിക്ക് നിന്നെ കാണണം, ഞാൻ നിന്റെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് കല്യാണം കഴിഞ്ഞാൽ ഞാൻ നാളെ നിന്റെ കൂടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു. ജയരാജൻ എന്നോട് പറഞ്ഞ വാക്ക്, അങ്കളെ ഞാൻ 2 ദിവസം തിരക്കാണ്, എൻ്റെ അടുത്ത് വന്നിട്ട് കാര്യമില്ല. ഞാൻ എന്ത് തിരക്ക്? പ്രവർത്തനമുണ്ടെന്നും. ഞാൻ പറയടാ, ഞാനല്ലേ നിന്റെ ആത്മീയ മകൻ, ഞാൻ അറിയാത്ത പ്രവർത്തനം നിനക്ക് എന്താണ്? അപ്പൊ ഞാൻ അവനെ ഒരിക്കലും സമ്മതിക്കാൻ, എന്നോട് വരണ്ടെന്നാണ് പറയണത്. അപ്പൊ ഞാൻ എൻ്റെ അളിയനോട് പറഞ്ഞു, അളിയ ജയരാജന്റെ വീട്ടിൽ പോകണം. ഞാനും അളിയനും കൂടെ ജയരാജന്റെ വീട്ടിൽ ചെന്നു. എന്നപ്പോ ഒരു ബില്ലീസിന്റെ ഒരു ചെറിയ ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആള്, അവൻ എന്നെ കണ്ടപ്പോൾ അത്ഭുതമായി. ഞാൻ പെട്ടിട്ട് അവന്റെ വീട്ടിൽ വെച്ചു. ഞാൻ വണ്ടി കയറിയിരുന്നു. ഈ വണ്ടി ഹോണടിച്ച് പോയത് അവിടെയുള്ള ചില ആദിവാസി കോളനികളിലേക്കാണ്. ഒരു 10-13 പിള്ളേരെ അവിടെ കളക്ട് ചെയ്യും, തിരിച്ച് ഭാര്യയുടെ കൊണ്ട് കൊടുക്കും. ലിസ എന്നുള്ള പേര് അവിടെ കൊണ്ട് കൊടുക്കും. അടുത്ത കോളനിയിലേക്ക് പോകും, അവിടെ നിന്ന് പിള്ളേരെ കൊണ്ട് കൊടുക്കും. അങ്ങനെ 3 കോളനിയിൽ പോയി ശരാശരി ഒരു 30-40 ഇടയ്ക്ക് കുട്ടികളെ കൊണ്ടുവന്നു. ഇതിലൊക്കെ എണ്ണമൊക്കെ ഉണ്ട് കറക്റ്റായിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ലിസ ചെയ്യുന്ന പരിപാടി, അവരെ കുളിപ്പിക്കും. അവർക്ക് യൂസ് ആൻഡ് ത്രോ ക്ലോത്ത് ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ട് അവരെ ഉടുപ്പിക്കും. എന്നിട്ട് കുറെ ആർട്ടിക്കിളുകളും TV-യിൽ കുറച്ച് കാർട്ടൂണൊക്കെ കാണിച്ചു കൊടുക്കും. ഉച്ച തിരിഞ്ഞ് ഭക്ഷണം കൊടുത്തിട്ട് ഇവൻ തിരിച്ചു വിടും. ഈ തിരിച്ചു വിടുന്ന സമയത്ത് ഞാൻ ജയരാജനോട് ചോദിച്ചേ, ജയരാജനോട് പറയാണ്, അങ്കളെ ഈ ചെയ്യണ വർക്ക് നിങ്ങൾ ആരും ചെയ്യാത്ത വർക്കല്ലേ, നിങ്ങൾക്ക് ദഹിക്കുകയോ ഇല്ലത്. ഇവരിൽ ആരെങ്കിലും ഒരാള് ഇന്ന് കേട്ടതായിരിക്കുന്ന ഈ സുവിശേഷം, ഇന്ന് കേട്ടതായിരിക്കും സന്ദേശം, ഇന്ന് കണ്ടതായി ഞങ്ങളെ ഇവരെന്തെങ്കിലും രക്ഷപ്പെട്ട് വിദ്യാഭ്യാസമൊക്കെ പ്രാപിച്ച് ജോലിയോടുമ്പത്തിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആരെങ്കിലും അവരോട് സുവിശേഷം പറഞ്ഞാൽ, ഇതല്ലേ പണ്ട് ജയരാജനങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് എന്ന് കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തിട്ട് അവർ രക്ഷിക്കപ്പെട്ടാൽ സമൂഹം അതിന്റെ പ്രതിഫലം ആ പാസ്റ്റർക്ക്, ആ ഉപദേശിക്ക് കൊടുക്കും. അത് അവർ വാങ്ങിക്കോട്ടെ, എനിക്ക് വിരോധമില്ല. പക്ഷേ എനിക്കുള്ള പ്രതിഫലം, ഞാൻ ഈ കുട്ടികളെ കളക്ട് ചെയ്തത്, കുളിപ്പിച്ചത്, ഇവർക്ക് വേണ്ടി ഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്തത്, ഇവർക്ക് ഭക്ഷണം കൊടുത്തത്, ഇവരെ സുവിശേഷത്തിന്റെ 4 അക്ഷരം പഠിപ്പിച്ച് ആ പ്രതിഫലം ദൈവം എനിക്ക് തരുമെന്നുള്ള ഒരു സന്തോഷം എനിക്കുണ്ട്. ഞാൻ ആ ഒരു കാഴ്ചപ്പാട് എന്നെ ഒന്നുകൂടെ ഉത്സാഹിപ്പിക്കാനിടയിൽ. ഇപ്പൊ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ ഒരു വലിയ വിശാലമായ ഏരിയയിലാണ് വന്നേക്കുന്നത്. കൊടുങ്ങല്ലൂർ മുതൽ കുന്നംകുളം വരെ. കൊടുങ്ങല്ലൂർ പ്രവർത്തന അസംബ്ലി ഉണ്ട്, 1 അല്ല 2 ഉണ്ട്. കാരിലൂർ അസംബ്ലി ഉണ്ട്. ഇതൊക്കെ ഞങ്ങൾ തന്നെ പടുത്തുയർത്തിയതാണ്. എന്നാൽ കുന്നംകുളത്തിൽ അസംബ്ലി, ഇതിനിടയിൽ 50-55 കിലോമീറ്റർ ദൂരത്തിൽ നമ്മുടെ സഭകളൊന്നുമില്ല. പിന്നെ ഇരിങ്ങാലക്കുടയ്ക്ക് പോകുന്ന ഒരു സഭ, അല്ലെങ്കിൽ തൃശ്ശൂർ കിഴക്കേക്കോട്ടയ്ക്ക് പോകുന്ന വേറെ സഭ, ഈ ഭാഗത്ത് വലിയൊരു ഏരിയ. എന്നാൽ ഇവിടെ നിന്ന് കുറെ പേര് രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ജോസ് കട്നിയിലെ സുവിശേഷകൻ ബാബു തോപ്പിലുമായിട്ട് തർക്കിച്ച് നിങ്ങൾ കത്തോലിക്ക മതത്തിനെതിരായിട്ട് പ്രസംഗിക്കുന്നു പറയാൻ വേണ്ടി തർക്കിക്കാൻ വേണ്ടി പോയതാണെന്ന് ഞാൻ അറിയുന്നത്. പക്ഷെ ബാബു തോപ്പിലിന്റെ കട്നിയിലെ സുവിശേഷ പ്രവർത്തനത്തിന്റെ ആദ്യ ഫലം ജോസാണ്. അത് ഈ പ്രദേശത്ത് നിന്ന് വിശ്വാസത്തിൽ വന്ന ഒരു സഹോദരനാണ്. അദ്ദേഹത്തിന്റെ 4 പെങ്ങന്മാരും വിശ്വാസത്തിൽ വന്നു, അപ്പനമ്മ വിശ്വാസത്തിൽ വന്നു, പള്ളിയുടെ കൈക്കാരായിരുന്നു, വിശ്വാസത്തിൽ വന്നു. അതുപോലെ സന്തോഷ് ചെങ്ങന്നൂർ താമസിക്കുന്നുണ്ട്, ഈ നാട്ടുകാർ പുത്തമ്പള്ളിക്കാരാണ്. പുള്ളി ഇതുപോലെ ഗൾഫിൽ വെച്ച് രക്ഷിക്കപ്പെടാനിടയായി. അങ്ങനെ ഈ പ്രദേശത്ത് കുറെ പേര് പുറത്തുനിന്ന് വെച്ച് രക്ഷിക്കപ്പെട്ടെങ്കിലും ഇവിടെ പ്രവർത്തനം വളരെ കുറവാണ്. ഈ കുറവുള്ള മേഖലകളിൽ ഇപ്പൊ നമുക്ക് നേരത്തെ പോയതുപോലെ ഹൗസ് വിസിറ്റിങ്ങുകളൊക്കെ വളരെ ബുദ്ധിമുട്ട് പിടിച്ച, ഞങ്ങൾ പണ്ട് ഇവിടെ പ്രവർത്തിക്കുമ്പോഴും വലിയ ദുരിതങ്ങൾ, അപകടങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളെ ഉപദ്രവിക്കാനായിട്ട് ശക്തമായ ഉപദ്രവങ്ങൾ, തല്ല് എന്ന് പറയാനായിട്ട് ചെറുതായിട്ട്, വലിയ കാര്യമായിട്ടൊന്നും കിട്ടില്ലെങ്കിലും വടിവാള് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന്, ഈ ആശ്രമങ്ങളൊക്കെ ചെറുതായിരിക്കുമ്പോൾ പപ്പേനെ കൂടെ ഇറക്കി വിട്, ഇപ്പൊ തുണ്ടുണ്ടായിട്ട് കറി വെക്കാൻ ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായിരിക്കുന്ന ചരിത്രമുണ്ട്. പക്ഷെ ഒന്ന് തൊടാനായിട്ട് ദൈവം സമ്മതിച്ചില്ല എന്നുള്ള വാസ്തവം ഞാൻ പറയാൻ കാരണം, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഭീഷണി ഒരു ഭാഗത്തുനിന്ന് അവിശ്വാസികളിൽ നിന്ന് വരുമ്പോൾ തന്നെ വിശ്വാസികളുടെ കയ്യിൽ നിന്ന് വേറെ ചില ഇത് രണ്ടിന്റെ ഇടയിൽ വരുമ്പോൾ നമ്മൾ ഞെരുങ്ങി പോകുകയാണ്. എന്നിട്ടും ഈ സുവിശേഷ പ്രവർത്തനം നിർത്താനായിട്ട്, ആ സാക്ഷ്യം നമുക്ക് നിർത്തിക്കളയാനായിട്ട് പറ്റാത്തതിന്റെ കാരണം നമ്മൾ കണ്ടത് ഇവരെ ആരെയുമല്ല. വർഗീയവാദികളെയും കണ്ടില്ല, നമ്മൾ ഉപദ്രവിക്കുന്ന ആളുകളെയും കണ്ടില്ല. നമ്മൾ നോക്കുന്നത് ആ ലക്ഷ്യം കർത്താവായ യേശു ക്രിസ്തു. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ആ കർത്താവ് എബ്രായ ലേഖനത്തിൽ പറയുന്ന പോലെ ക്രൂശിൽ കിടക്കുന്ന കർത്താവ് നമ്മളെ കാണുന്നത്, അപമാനം അലക്ഷ്യമാക്കിയത് ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട്.
നമ്മളൊക്കെ ഇവിടെ ഇരുന്ന് ഈ സൂം മീറ്റിംഗിൽ ഇരുന്ന് കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ഒപ്പം സാക്ഷിക്കുകയും ചെയ്യുന്നത് അന്ന് കർത്താവ് ആ നിന്ദിക്കപ്പെട്ട സമയത്ത്, ക്രൂശിക്കപ്പെട്ട സമയത്ത്, താൻ അപമാനിക്കപ്പെട്ട സമയത്ത് അത് അവൻ കാണുകയാണ്. ക്രൂശ് അലക്ഷ്യമാക്കി. നമ്മൾ അങ്ങനെയാണ് ക്രൂശിനെ അലക്ഷ്യമാക്കാൻ കാരണം നമ്മൾ രക്ഷപ്പെട്ട് ഈ സന്തോഷത്തിൽ ഇന്ന് ഈ ഉപദ്രവങ്ങളും ഈ പരിവേദനങ്ങളൊക്കെ നമ്മെ സംബന്ധിച്ച് നമുക്ക് വളരെ ആവേശം. ഞാനൊരു സുവിശേഷൻ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് പലരും പറയാറുണ്ട്. ഒരാൾ പറഞ്ഞു, സുവിശേഷന്മാർക്ക് ആദ്യത്തെ ഒരു 10 കൊല്ലം ഭയങ്കര ഉത്സാഹമായിരിക്കും. ആ സമയത്തൊരു സഭ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ രക്ഷപ്പെട്ടു, അവർക്ക് ആ സഭയുമായിട്ടൊക്കെ മുമ്പോട്ട് പോകാം. ആ 10 കൊല്ലത്തിനിടയിൽ അവർക്ക് ഒരു സഭ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവരുടെ കാര്യം കട്ടപ്പൊക്കെയാണ്. പിന്നെ അവർക്ക് വലിയ ഉത്സാഹമൊന്നും ഉണ്ടാവില്ല. ഞാൻ ആ സുവിശേഷകനെ കുറിച്ച് എനിക്ക് ചിന്തിക്കുകയാണ്, ഏത് കാഴ്ചപ്പാടിലാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് സഭ ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ പറയാൻ കാരണം, ഇത് സുവിശേഷം പറയുക എന്നുള്ളത് നമ്മളെ ആരും ഏൽപ്പിച്ച കാര്യമല്ല, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കാര്യമാണ്. ഇത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് പുറത്തു വരേണ്ടത്. അത് നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ നമുക്ക് കഴിയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവ സാക്ഷിയാണ് പറയുന്നത്. മറ്റാരും എന്ത് പറയുന്നത്. എന്നെ പലരും വിളിക്കാറുണ്ട്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ ലേഖനങ്ങളിലും ഓരോ ദിവസവും എൻ്റെ ഫോൺ നമ്പർ വെക്കും. അപ്പൊ അതുകൊണ്ട് എന്നെ ദ്വേഷിക്കുന്നവരൊക്കെ എന്നെ വിളിക്കാറുണ്ട്. അവര് നീ അങ്ങനെ പറഞ്ഞില്ല, ഇങ്ങനെ പറഞ്ഞില്ല ചോദിക്കാറുണ്ട്. ഞാൻ വളരെ കൂളായിട്ട് മൗനമായിട്ട് അവരെ കേട്ടിരിക്കും. കാരണം അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ പറയട്ടെ. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നത് ഈ ലോകത്തിന്റെ വിലയേക്കാൾ വില കൂടിയതായിരിക്കുന്ന ഒരു ആത്മാവിന്റെ രക്ഷയാണ് നമ്മുടെ ലക്ഷ്യം. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഇന്നും എന്നെ അപഹസിച്ചുകൊണ്ട് ചിലരൊക്കെ പറഞ്ഞു, നീ കഞ്ചാവ് കച്ചവടക്കാരനാണോ, ലഹരി മാഫിയാണോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ആളുകളൊക്കെ നമ്മളെ കളിയാക്കാറുണ്ട്. ഞാൻ അവരോട് ചോദിക്കുന്ന ചോദ്യം, ഒരു SIയുടെ മുമ്പിൽ പോയിട്ട് സാറേ ഞങ്ങൾക്ക് ഈ സമൂഹത്തെ നന്നാക്കണം എന്ന് ഒറ്റയ്ക്ക് പോയി പറയാൻ തൻ്റെ ഇടം. ഒരു CAയുടെ മുമ്പിൽ പോയിട്ട്, അതുപോലെ ഈ പറയുന്ന സ്കൂളുകളിൽ പോയിട്ട് പ്രിൻസിപ്പളിനോട് പോയിട്ട് അവരോടൊക്കെ ചോദിക്കുന്നത് നമ്മുടെ കുട്ടികളെ നന്നാക്കണത് അവർ സ്നേഹത്തോട് സ്വീകരിക്കും. അപ്പൊ അവൻ പറഞ്ഞത് അത് ഗവൺമെന്റ് അത് സ്വീകരിക്കും, സുവിശേഷം പറഞ്ഞാൽ നിങ്ങൾ ഓടിക്കും. ഒന്നുമില്ല, നമുക്ക് തോന്നലാണ്. സുവിശേഷം പറഞ്ഞാൽ ഓടിച്ചാൽ ഓടണം. ഞാൻ ഒരു വാക്യം കൂടെ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്നെ കർത്താവ് വേലയ്ക്ക് വേർതിരിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു വാക്യം, എനിക്ക് തന്നൊരു വാക്യം ഇതാണ്. യെരമ്യാ പ്രവചനം 4:3. യഹൂദാ പുരുഷന്മാരും യെരൂശലേമിനോടും യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശു നിലം ഉഴുവിൻ. യഹൂദാ പുരുഷന്മാരും യെരൂശലേം നിവാസികൾ ആയുള്ളവരെ എന്ന് പറയും. അപ്പൊ നമ്മൾ മുള്ളുകളുടെ ഇടയിൽ വിതച്ചിട്ടൊന്നും കാര്യമില്ല, തരിശു നിലം ഉഴുതാൽ മതി. ഈ തരിശു നിലം ഉഴുതു കഴിഞ്ഞാൽ പിന്നെ വരുന്നവർക്ക് അവിടെ വിതയ്ക്കാനായിട്ട് പറ്റും. ഞാൻ ഓർക്കുകയാണ്, 90-92 കാലഘട്ടത്തില് ഞങ്ങള് 88-90 കാലഘട്ടത്തിലൊക്കെയാണ് എൻ്റെ മൂന്നാമത്തെ പെങ്ങൾ കൊടകിൽ പോയി താമസിക്കുന്നത്. അവിടെ ബ്രദറൻ സഭയില്ല, പെന്തക്കോസ്ത് സഭയില്ല, വേറെ ഒരു സഭകളുമില്ല, ആകെയുള്ള കത്തോലിക്ക സഭ. പിന്നെ കുറേ ദൂരം പോയ ഒരു സിലോൺ പെന്തക്കോസ്തൽ സഭ. അവിടെ എനിക്ക് എഴുതി, ചേട്ടൻ ഞാൻ ഇവിടെ ആരാധിക്കാൻ പോകുന്നത് നിവൃത്തിയില്ല. അപ്പൊ അത് മൈക്കാവിലാണ് ഞങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തത്. മൈക്കാവിൽ നിന്നാണ് അവള് അങ്ങോട്ട് പോയത്. ഞങ്ങൾ കൊടുങ്ങല്ലൂരിന്ന് ഒരു ടീം ഞങ്ങൾ പോയി. അവിടെ ചെന്ന് ഞാനുണ്ട്, രാമദാസുണ്ട്, ജോളി എന്നൊരു സഹോദരനുണ്ട്, ഒരു പങ്കജാഷുണ്ട്. ഞങ്ങൾ വളരെ ഉത്സാഹം കെട്ടും കിടയായിട്ടാണ് ഇവിടെ പോകുന്നത്. കാരണം കേരളത്തിൽ എങ്ങനെ ഞങ്ങൾ ഉത്സാഹമായി പ്രവർത്തിച്ചു അതേപോലെ ഉത്സാഹമായി പ്രവർത്തിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വിരാജ്പേട്ടയിലേക്ക് പോകുന്നത്, കൊടകിലേക്ക് പോകുന്നത്, പെങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് ഒരു ദിവസം ആ പരിസരത്ത് പ്രവർത്തിച്ചിട്ട് അത് മലയാളികളുടെ ഏരിയയാണ്, ഒരു കുഴപ്പമുണ്ടായില്ല. 2ാം ദിവസം പരശോധന നടത്താൻ ഞങ്ങൾ മൈക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പരശോധന നടത്താൻ പെർമിഷൻ ചോദിക്കാൻ നിന്നപ്പോഴാണ് പോലീസുകാരൻ പറയുന്നത്, നിങ്ങൾ എവിടെയാ വന്നേക്കണമെന്ന് അറിയാമോ, നിങ്ങൾ ആരോടാണ് ഈ പെർമിഷൻ ചോദിക്കുന്നത് അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നത്. ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. ഇനി പെർമിഷൻ തരില്ല, നിങ്ങൾ പ്രസംഗിച്ച് തല്ലുകൊണ്ട പ്രൊട്ടക്ഷൻ തരില്ല എന്ന് പറഞ്ഞു. ഏതായാലും അടുത്ത ദിവസം ഞങ്ങൾ അമ്മത്തി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോ ഒരു കാല് വയ്യാത്തൊരു സഹോദരൻ നല്ല ഒരാള് ഞങ്ങളെ കണ്ട വഴി കാലെടുത്തൊരു തൊഴിയാണ്. അയാൾപ്പം ഒരു കാലും ബലഹീനാണ്, ആ കാലെടുത്ത് ഒറ്റ തൊഴി. ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ പിന്നെയും സ്പീഡിൽ തന്നെ പോയി. പക്ഷെ ആ ഒരാഴ്ചത്തെ പ്രവർത്തനം, ഒറ്റ ആഴ്ചത്തെ പ്രവർത്തനം അവിടെ ചില ആത്മാക്കളെ തന്നിട്ടാണ് കർത്താവ് ഞങ്ങളെ മടക്കി വിട്ടത്. പിന്നീടുള്ള ഒരു പ്രവർത്തകൻ, പിന്നീട് ഞങ്ങൾ ചില പ്രവർത്തകരൊക്കെ അവിടെ വന്നു, ഞങ്ങൾ ചില പ്രവർത്തകരെ അവിടെ കൊണ്ടുവന്നാക്കി. ഈ കാല് വയ്യാത്ത ആള്, ഞങ്ങളെ ചവിട്ടാൻ കാലോങ്ങിയ ആള്, അയാളും അയാളുടെ മക്കളും പിന്നീട് സഭയുടെ മൂപ്പന്മാരായെന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹം വിശ്വാസിയായിട്ട് ബ്രദറൻ സെമിത്തേരിയിലാണ് അദ്ദേഹം അടക്കപ്പെടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പേ വെച്ചുള്ളൂ.
അവിടെ നമ്മളൊരു സാഹചര്യം ഉണ്ടാക്കി. അവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളൊക്കെ പറഞ്ഞു നിൽക്കരുത്, ഓടിക്കൊള്ളണം. കാരണം ലഘുലേഖ കൊടുത്തു പോകണം. ലഘുലേഖ കൊടുത്താൽ മതി, വായിച്ചോളും. അവിടെ ഉണ്ട് ഒരു BJP കാരൻ കരുണാകരൻ, വീട്ടിലേക്ക് വിളിച്ചു കയറ്റണം, കയറി ഞങ്ങളോട് സംസാരിക്കണം, പറയണം. അപ്പൊ അദ്ദേഹം പറയണത് സംസാരിച്ചു വന്നപ്പോ എന്താണ്, എന്റെ ഭാര്യ മുസ്ലിമാണ്, അപ്പൊ ഞങ്ങളുടെ സാക്ഷ്യം പറയാൻ പറ്റും. അന്ന് ആ ഭാര്യയും ഭർത്താവും രക്ഷിക്കപ്പെട്ടു. അതിന്റെ ശേഷമാണ് അമ്മത്തിയിൽ ആരെങ്കിലും രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ കുറെ പേരൊക്കെ അവിടെ ഉണ്ട്. ഞാൻ പറയാൻ കാരണം, നമ്മൾ ആദ്യത്തെ പ്രവർത്തനം ചെയ്യാൻ ദൈവം നമ്മളെ ആക്കിയില്ല, അത് ചെയ്താൽ മതി, ബാക്കിയുള്ളതൊക്കെ കർത്താവ് ചെയ്തത്. ഇന്നിപ്പോ ഞങ്ങൾ ഈ സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് പരിമിതികൾ പലതുമുണ്ട്. കാരണം പോകാൻ സ്ഥലം വിശാലമാണ്, പക്ഷെ മെറ്റീരിയൽസ് നമുക്ക് ആവശ്യം വരില്ല. കാരണം നമ്മൾ സംഘടിത പ്രവർത്തനമല്ല, നമ്മളൊരു ഒറ്റയാൻ പ്രവർത്തനമാണ്. സാമ്പത്തികമായിട്ട് വളരെ പൈസ ആവശ്യമുള്ള പ്രവർത്തനമാണ്. കാരണം മെറ്റീരിയൽസ് നമുക്ക് കൊടുക്കണം, നോട്ടീസ് കൊടുക്കണം, ബാനറുകളാണ് ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ പേരും അഡ്രസ്സും വെച്ച് ഒരു ബൈബിളിൽ വാക്യം വെച്ച് പോലീസ് സ്റ്റേഷനിൽ പോകും. സാറേ ഇതിവിടെ കെട്ടാൻ അനുമതി തരണം. അപ്പൊ കുറെ പേരൊക്കെ സമ്മതിക്കും. ഞാനിപ്പോഴും ആത്മാർത്ഥമായിട്ട് പൂനഗരം പോലീസ് സ്റ്റേഷൻ പാലക്കാട് ജില്ലയില് 2 കൊല്ലമായി നമ്മൾ അവിടെ ആ പോലീസ് സ്റ്റേഷൻ ഉമ്മർത്ത് അവര് ഒരു ബാനർ 2 കൊല്ലമായി മാറി മാറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരെ അവർ പറിച്ചു മാറ്റിയിട്ട്. മറ്റു പല സ്ഥലത്തും കുറെ കഴിയുമ്പോഴൊക്കെ പറഞ്ഞു പോകും. പിന്നെ അവര് രണ്ടാമത് റീപ്ലേസ് പോയി കഴിഞ്ഞാൽ പോയി, പിന്നെ റീപ്ലേസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പറയാൻ ആലോചിക്കട്ടെ ചോദിക്കട്ടെ എന്നൊക്കെ പറയും. പക്ഷെ 2 സ്ഥലത്ത് ഞങ്ങളിങ്ങനെ ബസ്സിലൊക്കെ പോകുമ്പോ ഞങ്ങൾ സ്തോത്രം ചെയ്യും, കർത്താവേ ഇടത്തിരുത്തി ഞങ്ങളുടെ പഞ്ചായത്തില് ഉമ്മർത്ത് തന്നെ DYFIയുടെ ഒരു വലിയൊരു ബസ് സ്റ്റോപ്പ് അതിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ആ ബാനർ. അതുപോലെ തന്നെ ആ പുതുതാരം ബസ് സ്റ്റോപ്പിൽ ആ പോലീസ് സ്റ്റേഷന്റെ ആ ബസ് സ്റ്റോപ്പിലും അവരുടെ കോമ്പൗണ്ട്, പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ട്. അപ്പൊ ഇങ്ങനെ സ്കൂളുകളിലെ കൊണ്ടുവച്ച് ചില കോണ്ടാക്റ്റുകളൊക്കെ നമുക്ക് കിട്ടും. ഞാൻ പറയുന്ന ഈ ആശയം നാളെ നമ്മുടെ ആളുകൾ സുവിശേഷമായിട്ട് അവിടെ ചെല്ലുമ്പോൾ അവർക്കത് വലിയ ആവേശമായി മാറും. ഇത് ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയും. മാത്രമല്ല സുവിശേഷം, ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, സുവിശേഷ പ്രവർത്തനത്തോട് കൂടെ ലഹരി വിരുദ്ധ സന്ദേശം എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലഹരി വിരുദ്ധത്തിൻ്റെതായിരിക്കും നോട്ടീസുകൾ കയ്യിൽ വേണം. ഇല്ലെങ്കിൽ നമ്മൾ അപകടത്തിൽപ്പെടും. ഞാൻ കാരയിലുള്ളതായിരിക്കുന്ന ആ സഭയില് ഒരു പ്രാവശ്യം ഒരു ക്യാമ്പയിൻ നടത്തി. തെക്കുന്നും വടക്കുന്നും കുറെ സഹോദരന്മാർ വന്നു. അവര് ബാനറൊക്കെ അടിച്ചിറക്കി ലഹരി വിരുദ്ധ സുവിശേഷ സന്ദേശ യാത്ര എന്ന് പറഞ്ഞു. അവിടെ കുറച്ച് വർഗീയവാദികളായ ചെറുപ്പക്കാർ കൂടി അവരെന്ത് ചെയ്തു, ഈ വരുന്ന ആളുകളെ ഒന്ന് ചോദ്യം ചെയ്യണം എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു വീട്ടിൽ കയറി. ഇവർ കയറി വന്നപ്പോൾ അവർ സംഘടിതമായിട്ട് അവിടെ ഇരുന്നു. വായോ ഇരിക്കുമെന്ന് പറഞ്ഞ സ്നേഹത്തോടെ. അപ്പൊ ഈ സ്നേഹത്തോടെ 5-6 ചെറുപ്പക്കാർ സ്നേഹത്തോടെ വിളിക്കാണ്ടപ്പോ സുവിശേഷ പ്രവർത്തകർക്ക് ഭയങ്കര സന്തോഷം തോന്നി. അവർ കയറിയിരുന്നു. നിങ്ങൾ എന്തിനു വന്നതാണ്? അപ്പൊ ഇവർ ഞങ്ങൾ ലഹരി വിരുദ്ധ സുവിശേഷ പ്രവർത്തനത്തിൽ വന്നതാണ്, ചില സന്ദേശം പറയാൻ വേണ്ടി. അപ്പൊ പറയാൻ പറഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. അല്ല, നിങ്ങൾ ലഹരിയെ കുറിച്ച് പറ. അത് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ ഇവർക്കൊന്നും അറിയാൻ പാടില്ല. എന്നാൽ നിങ്ങൾ അന്ന് ലഘുലേഖ തായോ? ലഘുലേഖ വന്നപ്പോൾ എല്ലാം യേശു ക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷമാണ്. അപ്പൊ അവര് പറഞ്ഞു, ഇനി ഇവിടുന്ന് ഒരു വീട് അങ്ങോട്ട് കയറണ്ട, തിരിച്ചു വെക്കും. കാരണം നിങ്ങൾ ലഹരി വിരുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വ്യാജമായി സുവിശേഷം അറിയിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും, ഇപ്പൊ ഞങ്ങൾ ഈ അടുത്ത ദിവസം ഞങ്ങൾ പോകുന്ന കരിമാനൂർ സഭ ചെറിയൊരു സഭയാണ്. അവിടെ CSF എന്ന് പറയുന്ന സഹോദരിമാരോട് മീറ്റിംഗ് നടത്തി. ആ സഹോദരിമാർ വീടുകൾ കയറി 2 ടീമുകൾ അവർ തിരിച്ചയച്ചു. പക്ഷെ ബാക്കി എല്ലാ ടീമിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ നോട്ടീസ് 2 കയ്യിലിരിക്കട്ടെ. ഈ നോട്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് വീട്ടിലും കയറി അവരോട് അവരുടെ മക്കളുടെ ഇന്നത്തെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളു. കൊടുങ്ങല്ലൂര് ടൗണില് പുല്ലൂറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കഴിഞ്ഞ 3 ദിവസം മുമ്പുണ്ടായ സംഭവമാണ്. മരിച്ചുപോയ VK രാജൻ, ഒരു നമ്മുടെ CPIയുടെ മന്ത്രിയായിരുന്നു, കൃഷി മന്ത്രിയായിരുന്നു. ആ മന്ത്രിയുടെ പേരിലുള്ള VK രാജൻ മെമ്മോറിയൽ എന്ന് പറയുന്ന സ്കൂളിൽ 3 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും ഒരു പ്രത്യേകമായിരിക്കുന്ന ഏതോ ഒരു ഗെയിംസിന്റെ ഭാഗമായിട്ട് അബോധാവസ്ഥയിലായി. അത് പിന്നീട് ആസ്പത്രി കേസായി. കാരണം കുട്ടികൾ അത്രയും അപകടകരമായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. 3 പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ ഭാഗത്ത് എവിടെയോ ഒന്ന് പിടിച്ച് ഞെക്കിക്കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ അവർ പറയുകയാണ്. കഴിഞ്ഞാൽ അവർ ബോധരഹിതം 2-3 മണിക്കൂർ ബോധമില്ലാതെ കിടക്കും. അത് കഴിഞ്ഞ് ബോധം തെളിയും. ഇത് വിദേശ രാജ്യങ്ങളൊക്കെ സുലഭമാണ്. കാരണം ഈ പെൺകുട്ടികളെ അപമാനിക്കാനും അവരെ ദുരുപയോഗപ്പെടുത്താനും വേണ്ടി ട്രിക്ക് ഉണ്ടാക്കിയതാണ്. ഇത് കേരളത്തിലും വ്യാപിച്ചിരിക്കുകയാണ്, നമ്മുടെ സ്കൂളുകൾ വ്യാപിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ സുവിശേഷമായിട്ടുള്ള സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ന്യായമായിട്ടും അവർ നമ്മൾ സ്വീകരിക്കുന്നത് അറിയാം. പക്ഷേ നമുക്ക് ആ കുട്ടികളോടും ആ കുട്ടികളുടെ മാതാപിതാക്കളോടും ഇതിൽ അപകടം പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ സുവിശേഷം പറയാനായിട്ട് ചെല്ലുന്നവർക്ക് ഇവിടെ ആളുകളില്ലാത്തൊരവസ്ഥയിലേക്ക് വരിക, അക്ഷരാഭ്യാസം ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു. SSLC പാസ്സായ കുട്ടികൾക്ക് ABCD Z വരെ എഴുതാൻ അറിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ തെളിയിച്ചു തരാം. എന്റെ കയ്യിൽ ഒത്തിരി ഫയലുകൾ, ഞാൻ ഈ ചെല്ലുന്ന സ്കൂളിലൊക്കെ അത് എഴുതിക്കും വായിപ്പിക്കും, പരമാവധി കിട്ടുന്ന ചാൻസ് ഒക്കെ.
ചില അധ്യാപകന്മാരെ വിലക്കും അത്. കാരണം അവരുടെ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്നുള്ളത് അവർക്ക് അറിയാവുന്നതുകൊണ്ട് വിദ്യാർത്ഥി എന്ന് എഴുതാൻ അറിയില്ല, അധ്യാപകൻ എന്ന് പറഞ്ഞാൽ എഴുതാൻ അറിയില്ല. ഈ അവസ്ഥ കാണുമ്പോൾ അവർ പറയും, സാറേ അത് സ്കൂള് അനുവദിക്കുന്നില്ല. കാരണം ശരിയാണ്, കാരണം അവർക്ക് അറിയാം അവരുടെ കുട്ടികളുടെ മോശം റിസൾട്ട് ഞങ്ങളുടെ കയ്യിലെത്തും. അതുകൊണ്ട് ഈ നിലയിലുള്ളതായിരിക്കുന്ന ഒരു അപകടകരമായ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങൾ ചെറിയൊരു വാഹനത്തിന് വേണ്ടി കുറേ നാളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഇപ്പൊ ഞങ്ങൾക്കൊരു പെട്ടി ഓട്ടർ വേറെ ഞങ്ങൾ 3-4 സഹോദരന്മാർ കൂടി മേടിച്ച ഒരു പെട്ടി ഓട്ടർ ഉണ്ട്. വേറെ സഹോദരന് ഒരു ബിസിനസ്സിന് വേണ്ടി മേടിച്ചതാണ്. എങ്കിലും ഞങ്ങൾ ആ ബിസിനസ്സിന് വേണ്ടി മേടിച്ച ആ പെട്ടി ഓട്ടയിൽ ലഹരി വിരുദ്ധ സത്മാർഗ സന്ദേശം എന്ന് പറഞ്ഞ് ഒരു ബോർഡൊക്കെ വെച്ചിട്ട് ഞങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഒഴിവുള്ള സമയങ്ങൾ അതും കൊണ്ട് പബ്ലിക്കിന്റെ അടുത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചിരിക്കും. പക്ഷെ അതിന് ഈ പറഞ്ഞ ഫ്ലെക്സ് വേണം, മെറ്റീരിയൽസ് വേണം. കാരണം ആളുകൾ കൈനീട്ടി വാങ്ങിക്കാനുണ്ട്. അവർക്ക് നമ്മുടെ അഡ്രസ്സ് വെച്ചതായിരിക്കുന്ന നോട്ടീസുകൾ ധാരാളം കൊടുക്കാനുണ്ട്. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ഗൗരവത്തോടെ എടുക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ, ഞാൻ ഒരു സഹോദരൻ റാന്നിന്ന്, സമയം അവസാനിക്കുന്നറിയാം, റാന്നിന്ന് ഒരു സഹോദരൻ വന്നിട്ട് ഞങ്ങളുടെ പ്രദേശങ്ങളിലൊക്കെ ഈ മാജിക് കാണിക്കും. ആ സഹോദരനോട് പറഞ്ഞത്, ബ്രദറെ ഇവന് വട്ടാണ്, ഇവൻ ഈ കുട്ടികളുടെ കിടന്ന് മോചി കാണിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ എന്നെ കളിയാക്കാറുണ്ട്. എങ്കിലും ഞാൻ എന്റെ ശുശ്രൂഷ കർത്താവ് ഏൽപ്പിച്ച് ഞാൻ ചെയ്യും. എനിക്ക് ചില മാജിക് ട്രിക്കുകളൊക്കെ അറിയാം. ഇത് കുട്ടികളോട് ഞാൻ കാണിച്ചു കൊടുക്കും. എന്റെ കൂടെ വരുന്ന സുവിശേഷകന്മാരോ സഹോദരന്മാരോ ഇതിനെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ വെളുപ്പിക്കാനുള്ളതായിരിക്കുന്ന ഒരു ദൈവം നിങ്ങൾക്കുണ്ട് എന്ന് പറയും. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാറില്ലെങ്കിലും ദൈവമാണ്. അവരുടെ ഉള്ളിലേക്ക് ഒരു ഈശ്വര ബോധം വളർത്തി കൊടുത്താൽ ഞാനത് കൃതാർത്ഥം. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഞാനത് വളരെ ആത്മാർത്ഥമായിട്ട് പറയട്ടെ. എന്നെ വേറൊരു നിലയിൽ ഒരു ക്രിസ്തു ഭക്തൻ പഠിപ്പിച്ച കാര്യം, അദ്ദേഹം വഴി മാറിപ്പോയി, അത് വേറെ കാര്യം. അദ്ദേഹം പറഞ്ഞത്, ഷിബു, ഈ സുവിശേഷം പറഞ്ഞ് സഭകൾ ഉണ്ടാക്കാൻ പാസ്റ്റർമാരും ഉപദേശിമാരും ധാരാളമുണ്ട്. പക്ഷേ ഈ ഇന്ന് കേരളത്തിൽ നടക്കുന്ന പ്രൊജക്റ്റുകൾ എടുത്തു വെച്ച് ജനങ്ങളുടെ ഇടയിൽ പോയിട്ട് 1000 രൂപയ്ക്ക് ചെയ്യേണ്ട പണി 400 രൂപയ്ക്ക് ചെയ്ത് ബാക്കി 600 രൂപ കക്കുന്ന എന്ന് പറഞ്ഞാൽ 1000 കോടിക്ക് ചെയ്യേണ്ട പണി 400 കോടിക്ക് ചെയ്തിട്ട് ബാക്കി 600 കോടി കക്കുന്ന ഈ അവസ്ഥ മാറിയിട്ട് 1000 കോടിയുടെ പ്രൊജക്ട് നമ്മൾ എടുത്ത് വർക്ക് ചെയ്തിട്ട് 1001 കോടി ചെലവാക്കി നല്ലൊരു പ്രൊജക്റ്റ് ആക്കി കൊടുത്താൽ ഇത് കർത്താവിന്റെ സ്നേഹമാണെന്ന് പറഞ്ഞാൽ നമുക്ക് കർത്താവിന്റെ സ്നേഹം വെളിപ്പെടുത്താൻ കഴിയുന്നൊക്കെ പറഞ്ഞ ഒരു ആളുണ്ട്. പക്ഷെ ആള് വഴിമാറിപ്പോയി. അദ്ദേഹം ഈ കോടി അഴിമതിക്കാരേക്കാൾ അപ്പുറത്ത് അഴിമതിക്കാരായി മാറി എന്നുള്ളതാണ്. കാരണം കോടി ആൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ പ്രൊജക്ടുകൾ കിട്ടി. പ്രൊജക്ട് കിട്ടാനായിട്ട് നമ്മുടെ ഇടയിലുള്ള കളക്ടർമാരൊക്കെ സഹായിച്ചു. കാരണം ശുദ്ധഗതിയിൽ അവർ സഹായിച്ചു. പക്ഷേ ഈ കോടിക്കണക്കിന് രൂപയുമായിട്ട് അദ്ദേഹം പോയി അഴിമതിക്കാരെ വലിയ അഴിമതിക്കാരെ. ഞാൻ പറയാൻ കാരണം ശുദ്ധഹൃദയത്തോടു കൂടെ നമ്മൾ ആത്മാർത്ഥമായി സേവനം 1 രൂപയെങ്കിൽ 1 രൂപ കർത്താവിന് നടത്തി കൊടുക്കുമ്പോൾ ഇന്ന് സുവിശേഷ വേലയായിട്ട് പോകുന്ന സഹോദരന്മാരുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ. ഞാനിങ്ങനെ എന്നോട് പലരും ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ വിളിച്ചാൽ പരസ്യത്തിന് വരണോ, ഭവന സന്ദർശനം വരണോ, കൺവെൻഷൻ പ്രസംഗിക്കണോ, എല്ലാം കർത്താവിന് കൃപ എന്നിട്ട് ഞാൻ ചെയ്യാം. ഞാനീ ചെയ്യുന്ന വർക്ക് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, എനിക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ, വേറെ കൂട്ടുപ്രവർത്തനങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് എന്തിന് ഞാൻ അല്ലാതാകണം? ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് പോകും. ഇപ്പൊ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് 1ാമത്തെ റൗണ്ട് ഞാൻ പോകും ഒരു സ്കൂളിലൊക്കെ, 2ാം റൗണ്ട് ഫാത്തിമയെ പറഞ്ഞയക്കും. ഈ ഫാത്തിമയെ പറഞ്ഞയക്കുമ്പോൾ ഗുണം എന്ന് പറഞ്ഞാല് കാതിലും കഴുത്തിലില്ല ഫാത്തിമ എന്ന പേര് ആ ടീച്ചർമാര് സംസാരിക്കും. അവർ പേരൻസ് മീറ്റിംഗ് ഞങ്ങൾ സംസാരിക്കാൻ വിളിക്കും. ഞങ്ങൾ അവരോട് പറയും, ഞങ്ങൾ ഈ ഒരു മാർഗത്തിലേക്ക് വന്നതുകൊണ്ട് ഞങ്ങൾ ഇന്ന് സന്തുഷ്ടരാണ്. സാമ്പത്തികമായിട്ട് ഞങ്ങൾ നിങ്ങളെ പോലെ ദരിദ്രരല്ല. കാരണം കഷ്ടപ്പാടും ദുരിതവും ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങൾ കള്ളുകൂടിയില്ല, ബീഡി വലിയില്ല, ഞങ്ങൾക്ക് ദുർമാർഗങ്ങളില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ നിലയിൽ ഞങ്ങൾ സമ്പന്നരാണ് എന്ന് അവരുടെ മുമ്പിൽ സമ്പന്നരാണെന്ന് പറയൂട്ടോ. കാരണം നമ്മൾ ആ നിലയിൽ സമ്പന്നരാണ്. ഞാൻ പറയാൻ കാരണം ഇന്നത്തെ ദുർമാർഗം കൊണ്ട് ഞങ്ങൾ 5 പ്രത്യേകമായിരുന്ന ക്ലാസ് ഒക്കെ സ്റ്റഡിയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഫാഷൻ ലിറ്ററസി, ടീനേജ് ലിറ്ററസി, അതുപോലെ ഓരോ പേരുകളൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് അവസാനം ഞങ്ങൾ പറയുന്നത് സ്പിരിച്വൽ ലിറ്ററസിയാണ്. അപ്പൊ ക്രെഡിറ്റ് ലിറ്ററസി ഇതൊക്കെ കേൾക്കുമ്പോൾ അവർ അത്ഭുതം തോന്നും. നമ്മൾ പറയുമ്പോൾ ഈ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയണവരോട് അവർ ക്ലാസ് എടുക്കുമ്പോൾ. അപ്പോൾ ക്രെഡിറ്റ് ലിറ്ററസി എന്ന് പറഞ്ഞാൽ വളരെ രസമാണത്. കാരണം ഒരു കുട്ടി അമ്മയുടെ മുലപ്പാൽ തൊട്ട് വാങ്ങി കടം മേടിച്ച്, വസ്ത്രം കടം മേടിച്ച്, വിദ്യാഭ്യാസം കടം മേടിച്ച്, അവര് 40 വയസ്സാകുമ്പോൾ അവന്റെ ഭാര്യ 2 മക്കൾ ഒരു ഭാഗത്ത്, പ്രായമായ മാതാപിതാക്കൾ ഒരു ഭാഗത്ത്, ഈ 2 പേരെയും അവൻ സംരക്ഷിക്കേണ്ടി വരുമ്പോൾ ഇവൻ കടം മേടിച്ച മാതാപിതാക്കൾ കൊടുക്കണം,
മക്കൾക്ക് കടവും കൊടുക്കണം. ഇതിന് അവന് സമ്പാദ്യം ഉണ്ടാകണമെങ്കിൽ അവൻ ചെറുപ്പത്തിലെ മദ്യം, മയക്കുമരുന്ന്, അന്ധവിശ്വാസങ്ങൾ, ഈ പറയുന്ന ദുർമാർഗങ്ങളൊക്കെ വിട്ട് ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരി ആയാലേ കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ മാതാപിതാക്കൾക്ക് വളരെ സന്തോഷമാണ്. അവസാനം നമ്മൾ ഈ സ്പിരിച്വൽ ലിറ്ററസി പറയുമ്പോൾ നമ്മൾ പറയും, വർഗീയവാദികളെ കുറിച്ച് പറയും. അവരുടെ പിന്നാലെ പോയി, തോക്കിന് പിന്നാലെ പോയി വടിക്കും, അടിക്കും, ജയിലിലും പോകുന്ന അവസ്ഥ അല്ല. ഉള്ളിൻ്റെ ഉള്ളിലാണ് ദൈവം വേണ്ടത്. ഇത് മതമോ മറ്റേതെങ്കിലും പ്രത്യേകമായ സാഹചര്യം നമുക്ക് തരില്ല. ഞങ്ങളൊക്കെ വിശ്വസിക്കുന്ന പോലെ ഉള്ളിൽ ദൈവത്തെ വെച്ചുകൊണ്ട് മതം നോക്കാതെ ജീവിക്കുന്നത് എന്ന് പറയുമ്പോഴാണ്, അങ്ങനെ പറയാനായിട്ട് ഒരു കൊതി വന്നപ്പോഴാണ് ഞങ്ങൾക്കുണ്ടായ മോൾക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഒരു ബന്ധുത വരുമ്പോൾ ഇതേ സാക്ഷ്യം പറയണം. അങ്ങനെയാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ യഥൃഷ്ടിയ ഞാൻ കണ്ണമ്മനെ കണ്ടുമുട്ടുകയാണ്. കണ്ണമ്മനെ കണ്ട അതേ സമയത്ത് കണ്ണമ്മോന്റെ മുകളിൽ ഞാൻ കണ്ണുവെച്ചു. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കണ്ണമ്മോൻ എന്റെ മരുമോനായിട്ട് വന്നു. ഞാൻ പറയാൻ കയറി ഇന്ന് എന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ, ഈ സമയത്ത് നമ്മുടെ ഈ മീറ്റിങ്ങിൽ കണ്ണമ്മോന്റെ ഒരമ്മായിയും അമ്മയുടെ ആങ്ങളെയും ഭാര്യയും മകളും ഈ വീട്ടിലുണ്ട്. അവര് ഈ പ്രോഗ്രാം ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാൻ കാരണം, നമ്മുടെ വീട്ടിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഉണ്ട് എന്ന് ആത്മാർത്ഥമായിട്ട് പറയുമ്പോൾ അത് കേൾക്കുന്നവർക്ക് ഇവരൊരു പ്രത്യേക ജാതി എന്ന് പറയാൻ, ഇതൊരു പ്രത്യേക എന്ന് പറയാൻ, ആ നിലയിലൊരു സാക്ഷ്യം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞാലേ നമ്മുടെ ക്രിസ്ത്യത്തിന് വിജയം ഉണ്ടാകുള്ളൂ, അതിന്റെ റിസൾട്ട് ഉണ്ടാകുള്ളൂ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞതിന്റെ സാരം, നമ്മിൽ തന്നെ നമ്മൾ ചുരുങ്ങിപ്പോകുന്നവരായി. ഒരു സഭയുണ്ട്, വിശ്വാസികളുണ്ട്, അവിടെ മാസയോഗമുണ്ട്, മാസവേലയുണ്ട്, ഉപവാസ പ്രാർത്ഥനയുണ്ട്, മറ്റുള്ള ചില ആക്ടിവിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കാതെ നമ്മൾ കുറച്ചും കൂടി വിശാലമായിട്ട് മുമ്പോട്ട് പോകാൻ ആവശ്യമുണ്ട് എന്ന് ഉറപ്പിക്കുകയാണ്. ഞാൻ പ്രത്യേകം പറയട്ടെ, ഇന്ന് ചിലരെങ്കിലും എനിക്ക് തോന്നുന്നു സാധാരണ കയറുന്നേക്കാൾ ചില വ്യത്യാസമുള്ള ചില ആൾ കയറിയിട്ടുണ്ട്. അവർക്കും ഒരു സാധ്യതയുണ്ട്, നമ്മളൊന്ന് പരിചയപ്പെടാൻ അവസരമുണ്ടല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് അങ്ങനെയുള്ള സമയമുണ്ട്. ഈ സമയത്തൊക്കെ നമ്മൾ പരിചയപ്പെട്ട് ഈ നിലയിൽ ഒരു കൂട്ടായ്മ, ഇങ്ങനൊരു അവസരം, ഈ ഞങ്ങൾക്ക് ഇങ്ങനെ ഉള്ള പറയാനുള്ള അവസരം, ഞാൻ പറഞ്ഞില്ല, മുള്ളിനിടയിൽ വിതയ്ക്കരുത്, പകരം തരിശൻ ഉഴുതാൽ മതി. നമുക്ക് കർത്താവ് ആ ഒരു ആഹ്വാനം തന്നിട്ടുള്ളത് കൊണ്ട് ആ ആഹ്വാനം നമ്മൾ നിവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഇങ്ങനെ അവസരം തന്ന ഈ കാൽവരിനാഥൻ മിനിസ്ട്രിയോടും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മാമുകുരിച്ചാനും മറ്റുള്ള സഹപ്രവർത്തകരോടും എന്റെ നന്ദിയും കൃതജ്ഞതയും ഞാൻ അറിയിക്കുന്നു. ദൈവം മഹത്വപ്പെടുമാറട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സുവിശേഷവൽക്കരണത്തിന്റെ പ്രാധാന്യവും അതിന്റെ സാധ്യതകളും നമ്മുടെ ഉത്തരവാദിത്വവും ഇത്യാദി വിഷയങ്ങളെക്കുറിച്ച് വിശാലമായിട്ട് നാം ഇതുവരെയും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു നല്ല അഭിപ്രായം പറയാൻ നമുക്ക് ഇന്ന് രാത്രി കഴിയും. എന്നാൽ ഇന്ന് രാത്രിയില് ഈ കേട്ട വചനത്തോടുമുള്ള ബന്ധത്തിൽ ഈ വലിയ ഉത്തരവാദിത്വത്തിന് മുമ്പിൽ നമ്മുടെ കടമ എത്രത്തോളം നാം ചെയ്തിരിക്കുന്നു, നമ്മുടെ ഉത്തരവാദിത്വം എത്രത്തോളം പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളത് ചിന്തിക്കുവാനും, നമ്മെ തന്നെ ആ വചനത്തിന് മുമ്പിൽ കർത്താവെ, പ്രവാചകൻ പറഞ്ഞതുപോലെ, ഞാൻ ഇതാ അടിയനെ അയക്കണം, അങ്ങനിലൂടെ ആഗ്രഹിക്കുന്ന അങ്ങയുടെ വിലയേറിയ ദൗത്യം അത് ചെയ്തു തീർക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇന്ന് രാത്രി സ്നേഹിത നമുക്ക് കഴിയുമെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം ഏറ്റവും അധികമായിട്ട് നമ്മെ അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി നാം കടന്നു പോവുകയാണ്. മിനിസ്ട്രിയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസൻ മാമുകുരിയച്ചാൻ വോട്ട് ഓഫ് താങ്ക്സും മറ്റു കാര്യങ്ങളും പറയുന്നതായിരിക്കും. കർത്താവിന്റെ ദാസനെ അതിനായിട്ട് ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ ശനിയാഴ്ചയും ഈ പ്രോഗ്രാം മുടങ്ങാതെ നടക്കുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തിയതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെയും ഈ സമയത്ത് അറിയിക്കുന്നു. നാം ഇന്ന് കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തി. പ്രിയ മകൻ ജോൻ ജെയിംസ് ദുബൈയിൽ നിന്ന് ഇന്ന് ജോയിൻ ചെയ്യുവാനും അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടുവാനും പ്രിയ സഹോദരനെ ദൈവം എടുത്ത് ഉപയോഗിച്ചു. പ്രിയ മകനോടുള്ള നന്ദിയും സ്നേഹത്തെയും ഞങ്ങൾ അറിയിക്കുകയാണ്. അതിനുശേഷം ഇവാഞ്ചലിസ്റ്റ് ഷിബു കൊടുങ്ങല്ലൂർ അവരിൽ നിന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം, സുവിശേഷ വേല ചെയ്യുന്ന എങ്ങനെയാണ്, അതിന്റെ പ്രാധാന്യം, കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്, പല കാര്യങ്ങൾ നാം സാക്ഷ്യമായിട്ട് നാം കേൾക്കുകയുണ്ടായി. പ്രിയ സഹോദരനെയും കുടുംബത്തെയും ദൈവം ഒരുപോലെ എടുത്ത് ഉപയോഗിക്കുന്നു എന്ന് ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. ഇത് കേൾക്കുന്ന പലർക്കും
അവർ പ്രിയപ്പെട്ടവർ ചെയ്യുന്ന വേലകൾ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ദൈവം ഇടവരുത്തി. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. പല എതിർപ്പുകൾ ഉണ്ടെങ്കിലും പ്രിയ സഹോദരനെ ദൈവം താങ്ങി വഴി നടത്തുന്നു, എല്ലാ പ്രൊട്ടക്ഷനും ദൈവം കൊടുക്കുന്നു എന്നോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. തുടർന്നും പ്രിയ സഹോദരനെയും കുടുംബത്തെയും നമ്മുടെ പ്രാർത്ഥന നമുക്ക് ഓർക്കാം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ, മനുഷ്യരുടെ നാമത്തിൽ ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെയും അറിയിച്ചു കൊള്ളുന്നു. ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമായിട്ട് മറ്റുള്ളവർക്ക് മിനിസ്ട്രി പ്രയോജനപ്പെടുന്നു എന്നോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. ജീവിതമെങ്കിൽ അടുത്ത ആഴ്ചയും നമ്മുടെ ഈ പ്രോഗ്രാം നടക്കുന്നതാണ്. തുടർന്നും ഈ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഈ മിനിസ്ട്രി ഓർക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. കുവൈറ്റിലുള്ള പ്രിയ ജോജോൺ സഹോദരൻ പ്രാർത്ഥിച്ച് നമുക്ക് ആശീർവാദം പറഞ്ഞ് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും അവിടുത്തെ നാമത്തെ ഉയർത്തുകയും ചെയ്യുന്നു. അവിടുത്തെ തിരുമുമ്പാകെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ദൈവസാന്നിധ്യത്തിൻ്റെ മറവിൽ ദൈവികമായ സന്തോഷം അനുഭവിപ്പാൻ, കൂട്ടായ്മ അനുഭവിപ്പാൻ ഇങ്ങനൊരു അവസരം അവിടെ നൽകിയതിനായിട്ട് സ്തോത്രം. വീണ്ടും ഒരു ശനിയാഴ്ച ദിവസം കൂടെ ഈ നിലയിൽ പ്രയോജനപ്പെടുത്തുവാൻ പ്രിയ സഹോദരന്മാരെ അവിടുന്ന് അതിനായിട്ട് ഒരുക്കിയതിനായി സ്തോത്രം. ഈ ശുശ്രൂഷ കഴിഞ്ഞ കാലങ്ങളിൽ അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കിയല്ലോ. എല്ലാ മഹത്വവും ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ അർപ്പിക്കുകയാണ്. ഇതിൻ്റെ നന്മ, അനുഗ്രഹം വരുന്ന നാളുകളിൽ കാണും എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതേ നിലയിൽ അവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഇന്ന് രാത്രിയിലും അവിടുത്തെ മക്കൾ വിവിധയിടങ്ങളിൽ നിന്ന് ചേർന്ന് വന്നപ്പോൾ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകും വിധം അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിക്കാൻ പ്രിയ സഹോദരൻ ജുവാനെയും അവിടുന്ന് ഇടയാക്കി. പ്രിയ മകൻ്റെ ആ താലന്ത് വരുന്ന ദിവസങ്ങളിൽ അവിടുത്തെ നാമമഹത്വത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ അധികമായി ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. തുടർന്ന് അവിടുത്തെ ദാസൻ പ്രിയ ഷിബു കൊടുങ്ങല്ലൂരിൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ ഇടയായി. കർത്താവെ, അവിടുത്തെ വഴികൾ എത്രയോ വിചിത്രമാണ് എന്ന് ഞങ്ങൾ ഓർക്കുകയാണ്. അങ്ങയുടെ കൃപയിലേക്ക് അങ്ങയുടെ മകനെ നടത്തിയതിനായിട്ട് സ്തോത്രം. അതിനുവേണ്ടി ഉപയോഗിച്ച മുഖാന്തരങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പൗലോസിനെ പോലെ കർത്താവെ, ജനനം മുതൽ വേർതിരിച്ച ആ വലിയ കൃപയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. സുവിശേഷത്തിനു വേണ്ടി നിൽപ്പാൻ തന്നെ അവിടുന്ന് ഉപയോഗിച്ചു. വിശേഷിച്ച് എവരിയോം ക്രൂസൈഡിനെ ഓർത്ത് സ്തോത്രം. ആ മഹത്വകരമായ ശുശ്രൂഷ അനേകർക്ക് കർത്താവിലേക്ക് കടന്നു വരുവാനിടയായിട്ടുണ്ടെന്നും ആ ശുശ്രൂഷകൾ തുടരുവാനിടയാകുന്നു. കർത്താവെ, ഞങ്ങൾ അതിനുവേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദാസനെ കൃപയിലേക്ക് നടത്തി തൻ്റെ യൗവന പ്രായം മുതൽ തനിക്ക് വളരെയധികം അധ്വാനം ചെയ്യുവാൻ, ഓടുവാൻ അവിടുന്ന് കൃപ നൽകി. ഈ നാൾ വരെയും അവിടുത്തെ കൃപ അവിടുന്ന് ചൊരിഞ്ഞതിനായി സ്തോത്രം. ഞങ്ങൾ ഓർത്തതുപോലെ കഴിഞ്ഞ 50ഓളം വർഷങ്ങൾ തനിക്ക് കർത്താവിൻ്റെ വയലിൽ വിവിധ നിലകളിൽ പ്രയോജനപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കിയതിനായി സ്തോത്രം. പല നിലയിലുള്ളതായ പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, പോരാട്ടങ്ങൾ, നിരുത്സാഹപ്പെടുത്തലുകളൊക്കെ തനിക്കുണ്ടായപ്പോഴും കർത്താവ് കൂടെ ഇരുന്ന് നടത്തിയതിനായിട്ട് സ്തോത്രം. കർത്താവ് ലഭിച്ചതായ അവസരങ്ങൾ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ സാഹചര്യങ്ങളെ കർത്താവ് അനുകൂലമാക്കി തീർത്തല്ലോ, അതിനായിട്ട് സ്തോത്രം. താനിലൂടെ പല പ്രിയപ്പെട്ടവർക്കും ആത്മീയമായി പ്രചോദനം പ്രാപിക്കുവാൻ, കൃപയിലേക്ക് കടന്നു വരുവാൻ, വിശ്വാസത്തിൽ നിലനിൽക്കുവാനൊക്കെ അവിടുന്ന് ഇടയാക്കി. വിശേഷിച്ച് അന്യ സമൂഹങ്ങളിൽ നിന്ന് ഈ കർത്താവിനെ അറിയുവാൻ യാതൊരു സാധ്യതയുമില്ലാത്തിരുന്ന എത്രയോ പേർക്ക് കർത്താവിനെ അറിയുവാനായിട്ട് അവിടുന്ന് ഇടയാക്കി. കർത്താവെ, ആ വിവിധ സാമൂഹിക പശ്ചാത്തലത്തിലുള്ളവരും ആ നിലയിൽ കർത്താവിലേക്ക് കടന്നു വരുവാൻ ഇടയാകത്തക്ക നിലയിൽ തനിക്ക് നൽകിയിരിക്കുന്ന ആ പ്രവർത്തനത്തിലുള്ള ഹൃദയവിശാലതയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ കർത്താവ് ഞങ്ങളുടെ സമൂഹത്തിൽ കാണുന്ന തിന്മകളെക്കുറിച്ച്, കർത്താവ് യുവതലമുറയെ ഗ്രസിച്ചിരിക്കുന്നതായ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബോധവാന്മാരാക്കി തീർക്കുവാൻ സ്കൂളുകളിലും മറ്റിതര സ്ഥലങ്ങളിലും വിവിധ നിലയിലുള്ളതായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് കർത്താവ് അവിടുത്തെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ അവിടുന്ന് ഇടയാക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് കൂടുതലായി ബലപ്പെടുത്തണമേ. പ്രിയ സഹോദരി ഫാത്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ. അവർക്ക് ഇരുവർക്കും കൊടുത്തിരിക്കുന്ന ദർശനത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഒരുമിച്ച് വരുന്ന ദിവസങ്ങളിൽ കൂടുതലായി പ്രയോജനപ്പെടുവാനിടയാക്കണം. നാട്ടികയിലും പാലക്കാടിൻ്റെ ഭാഗങ്ങളിലൊക്കെയും കർത്താവ് പ്രിയപ്പെട്ടവർ ചെയ്യുന്നതായ ശുശ്രൂഷ അവിടുന്ന് ആദരിക്കണം. കർത്താവ് സാഹിത്യ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. ആഗ്രഹങ്ങളെ അവിടുന്ന് മാനിക്കണമേ. ആവശ്യങ്ങളെ അവിടുന്ന് കൂടെ ഇരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രിയ മക്കളെ ഇരുവരെയും ഞങ്ങൾ ഓർക്കുന്നു. പ്രിയ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമേ.
കണ്ണനെയും പ്രിയാസനത്തിനെയും ഓർക്കുന്നു. അവരെയും കുടുംബമായി അവിടുത്തെ നാമമഹത്വത്തിനു വേണ്ടി ഈ നാളുകളിൽ അധികമായി ഉപയോഗിക്കുന്നത് കൊണ്ട് സ്തോത്രം. കൂടുതലായ കൃപ അവർക്ക് നൽകണമേ. ഈ ശുശ്രൂഷ അവിടുന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ആദരിച്ചതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിന് ചുമൽ കൊടുക്കുന്ന പ്രിയ റോയ്ച്ചാനെയും പ്രിയ സന്തോഷവരനെയും വിശേഷാൽ ഓർക്കണം. അവർക്ക് ഏറിയ ദൈവകൃപയും ആലോചനയും അവിടുന്ന് നൽകി അവിടുന്ന് കൂടെ ഇരിക്കണമേ. ഈ ശുശ്രൂഷകൾ അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ വരുന്ന ദിവസങ്ങളിടയാക്കണം. ഇത് യൂട്യൂബിലൂടെ പിന്നീട് കാണുകയും അത് കേൾക്കുകയും ചെയ്യുന്നതിനുള്ള ജീവിതത്തെ സ്വാധീനിക്കുവാൻ ഇടയാക്കണം. ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും സുവിശേഷീകരണത്തെക്കുറിച്ചൊരു വലിയ വെല്ലുവിളിയായി ഞങ്ങൾ കേട്ടതായ കാര്യം ഞങ്ങളുടെ ഹൃദയത്തിൽ കൈക്കൊള്ളുവാനും ഞങ്ങളാൽ കഴിയുന്നത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ചെയ്യുവാൻ അവിടെ ഞങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ചതുകൊണ്ട് സ്തോത്രം. സമാധാനത്തോടെ അടിയങ്ങൾ പിരിയട്ടെ. അവിടുത്തെ സാന്നിധ്യം കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം. സകലമാനവും മഹത്വവും ഞങ്ങൾ അവിടുത്തെ തൃപ്പാദങ്ങൾ വയ്ക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്ന ദയവുണ്ടായി കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും നമ്മുടെ ഏവരോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.